സാർ തുടങ്ങാം. ഗുഡ് ഈവനിങ്. കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ വിജയകരമായ യാത്രയിലെ 8ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ അധ്യായവും വായനയുടെ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുസ്തക താളുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയുവാനും വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലാനും സാധിക്കും. വായന നമ്മുടെ അറിവിനെയും ഭാവനയെയും വിമർശനാത്മക ചിന്തയെയും വികസിപ്പിക്കുന്നു. സാഹിത്യത്തിന്റെ ആഴവും സങ്കീർണതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വാക്കുകളുടെ മായാലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പാളും പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. നന്ദി. ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് പി പവിത്രൻ മാഷാണ്. മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകനാണ്. സാഹിത്യ നിരൂപകൻ, സാംസ്കാരിക നിരൂപകൻ, മാതൃഭാഷാവകാശ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹം. നമുക്കറിയാം, നമ്മുടെ ഈ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന സാഹിത്യോത്സവത്തിൽ ഓരോ രംഗത്തെയും പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് വെച്ച് അവരുടെ ആശയങ്ങളെയൊക്കെ നമുക്ക് കേൾക്കാനും അവരുടെ ചിന്തകളെ പങ്കിടാനും ഒക്കെ ഉള്ളൊരു വേദിയാണിത്. മാഷിനറിയോ, ഇതെല്ലാം BEd വിദ്യാർത്ഥികളാണ്, അവരുടെ അധ്യാപകരാണ്. അധ്യാപക വിദ്യാർത്ഥികൾക്ക് എപ്പോഴും അവർ ഈ സാഹിത്യത്തിനോടും നമ്മുടെ സാഹിത്യരചനകളോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു വേദിയാണ് ഇത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സാർ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം, അഭിമാനം. ഏറ്റവും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഇവിടെ ചേർന്നിരിക്കുന്ന ബാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യും. KFL 51ന്റെ 8ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി മലയാള സാഹിത്യത്തിലെ പ്രമുഖ നിരൂപകൻ പി പവിത്രൻ സാറാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് മേമുണ്ടിയിൽ ജനനം. കാലടി സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകൻ, സാഹിത്യ സാംസ്കാരിക നിരൂപകൻ, മാതൃഭാഷാവകാശ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ആധുനികതയുടെ കുറ്റസമ്മതം, ആശാൻ കവിത, ആധുനികാനന്തര പാഠങ്ങൾ, MN വിജയൻ എന്ന കേരളീയ ചിന്തകൻ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം, മാർക്സ്, ഗാന്ധി, അംബേദ്കർ, ആധുനികവാദത്തിന്റെ രാഷ്ട്രീയ സൗന്ദര്യം, അഭിമുഖാന്വേഷണങ്ങൾ തുടങ്ങി ഒട്ടനവധി നിരൂപണങ്ങൾ കൊണ്ടും നോവൽ, കവിതാ പഠനങ്ങൾ കൊണ്ടും മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന പി പവിത്രൻ സാറിനെ ഏറെ സ്നേഹത്തോടെ KFL 51ന്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ കേൾക്കാൻ പറ്റുന്നില്ല, സാർ മ്യൂട്ടാണ്. ഇയർഫോണിന്റെ പ്രശ്നം ഇപ്പൊ കേൾക്കാവോ? ഇപ്പം കേൾക്കാം സാർ. ഇയർഫോൺ ആണ് കുഴപ്പം. ഞാൻ ചോദിച്ചത്, ഇത് മലയാള വിദ്യാർത്ഥികൾ മാത്രമാണോ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടോ? എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട്, മലയാളം വിദ്യാർത്ഥികളും ഉണ്ട്, സയൻസിന്റെ ആളുകളും ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, മറ്റു എല്ലാ കോളേജുകളിലും, കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലും നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് സാർ. എല്ലാ കോളേജുകളിലെയും എല്ലാ വിഷയങ്ങളുടെയും BEd വിദ്യാർത്ഥികളുണ്ട് അല്ലേ? അതെ സാർ. ഞാനത് അങ്ങനെയാണ്, അങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഞാൻ BEd കഴിഞ്ഞ ഒരാളല്ല. അതുകൊണ്ട് നിങ്ങളുടെ പഠന പദ്ധതിയുടെ ഘടനക്കകത്ത് നിന്നുള്ള ഒരു സംഭാഷണം കേൾക്കാനല്ലേ ഞാൻ ഇയർഫോൺ ഒഴിഞ്ഞതുകൊണ്ട്.
കേൾക്കാം സർ. അപ്പൊ ഇവിടെ നമ്മളെ മുമ്പിലുള്ള വിഷയം സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നുള്ളതാണ്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യം, കല തുടങ്ങിയവ നമ്മുടെ പാഠ്യപദ്ധതിയിൽ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നു എന്നുള്ള കാര്യമാണ്. സൗന്ദര്യം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ എസ്തെറ്റിക്സ് എന്നുള്ളൊരു പദപ്രയോഗമാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ സൗന്ദര്യം എന്നുള്ള വാക്കിന് കൊടുക്കുന്ന അർത്ഥം ബ്യൂട്ടി, വളരെ സാധാരണമായ അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ മാത്രമല്ല ആധുനിക തത്വചിന്തയുടെ ഒക്കെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചപ്പാട്, സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് യുക്തി എന്ന് പറയുന്ന നമ്മുടെ ശേഷിക്കപ്പുറത്തുള്ള, അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്ന നമ്മുടെ ശേഷിയിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ സംവേദന ശേഷികളുടെ മണ്ഡലം എന്ന അർത്ഥത്തിലാണ് സൗന്ദര്യശാസ്ത്രം എന്നൊരു പദപ്രയോഗം വരുന്നത്. നമുക്കറിയാലോ, ഇവിടെ സയൻസ് നമ്മൾ സാധാരണ ഈ യുക്തി കൊണ്ട് നിർദ്ധാരണം ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഒരു പൂവിനെ നമ്മൾ കാണുമ്പോൾ അതിനെ ആസ്വദിക്കുന്നത് യുക്തി വെച്ചല്ല. അപ്പോൾ യുക്തിക്കപ്പുറത്ത് ചില ഘടകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതുപോലെ നമ്മുടെ മാനസികമായ വ്യാപാരങ്ങൾ, ഇപ്പൊ ഒരു കവിത ഒരാൾ എഴുതുന്നു, അതിനെ ആസ്വദിക്കുന്നു, ഇതൊന്നുമില്ലാതെ നമുക്കറിയാത്ത നമ്മുടെ മനോമണ്ഡലങ്ങൾ, ഇതെല്ലാം സാമാന്യ യുക്തിക്കപ്പുറത്തുള്ള ഞാനും പറയുന്നത് കേൾക്കാൻ കഴിയുന്നു? കേൾക്കാം സർ. അവിടെ കറണ്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോ ഇരുട്ടിലാണ് ഇവിടെ ഉള്ളത്. കറണ്ട് പോയപ്പോ എന്റെ രൂപം കാണാം, ഇപ്പൊ ശബ്ദം കേൾക്കാം. അത് മതിയല്ലോ തൽക്കാലം. മതി സർ. ഓക്കെ, അല്ലെങ്കിൽ ആ ഇൻവെർട്ടർ ഒക്കെ ഓൺ ചെയ്ത് വരണം. അപ്പോ അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലെയും ആളുകൾ ഉള്ളതുകൊണ്ട് പൊതുവെ നമ്മുടെ മനുഷ്യജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന വിഷയം എവിടെ നിൽക്കുന്നു എന്ന നിലയിൽ ഒന്ന് വിശദീകരിക്കാം. സൗന്ദര്യശാസ്ത്രം എന്നുള്ള വിഷയം ഫിലോസഫിയുടെ, തത്വചിന്തയുടെ ഒരു മേഖലയാണ്. അതിൻ്റെ ഒരു വിഷയമേഖലയാണ് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിലിപ്പോ യൂട്യൂബിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതില്ലല്ലോ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ തത്വചിന്തയുടെ മണ്ഡലത്തിൽ നമ്മൾ ഈ ബി.എഡിൽ നിന്നല്ല, പൊതുവെ നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും നമുക്കൊന്ന് സ്ഥാനപ്പെടുത്താൻ നോക്കാം. ഒന്നാമത്തേത്, ഇപ്പം സയൻസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഭൗതികശാസ്ത്രം, കെമിസ്ട്രി ഇതൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരന്വേഷിക്കുന്നത് എന്താണ്? അവർ പ്രപഞ്ചത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെ? ഇപ്പൊ പഴയ ഗ്രീസിലാണ് തത്വചിന്തയുടെ, ആധുനിക തത്വചിന്തയുടെ, നമ്മൾ ഇന്ന് പറയുന്ന തത്വചിന്തയുടെ ആദ്യത്തെ സംവർഗങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ അവിടെ എന്താണ് പ്രപഞ്ചം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ചത് എന്നുള്ള വിഷയമാണ് അവര് ആദ്യമായിട്ട് അന്വേഷിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വെളിച്ചുണ്ടാക്കാൻ പറ്റുന്നു, ഇവിടെ ചൂടുണ്ട്. ഒരു മിനിറ്റ്.
കേൾക്കുന്നില്ലല്ലോ ജൂലി. ഇല്ല സാർ ഇപ്പം വരാന്ന് പറഞ്ഞു ടീച്ചർ. ഇപ്പോ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സാർ കാണാൻ കേൾക്കാം. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, തത്വചിന്ത എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിവിനോടുള്ള സ്നേഹം എന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോഫിയ എന്ന വാക്കിന് ജ്ഞാനം എന്നും അതിലെ ഫിൽ എന്ന് പറയുന്ന വാക്കിന് സ്നേഹം എന്നും അർത്ഥം. അപ്പോൾ അറിവിനോടുള്ള സ്നേഹം എന്നാണ് തത്വചിന്തയുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത്, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സാമാന്യമായിട്ട് ഞാൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണയിൽ നിന്ന് തുടങ്ങാം. പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ള അന്വേഷണമാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ അത് വെള്ളം കൊണ്ടാണ്, ചില ഡെമോക്രാറ്റസ് ഒക്കെ കണം കൊണ്ടാണ്. ഇങ്ങനെ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്ന ആ മണ്ഡലത്തെ ഓണ്ടോളജി അഥവാ സത്താശാസ്ത്രം എന്നാ പറയാം. അപ്പൊ പ്രപഞ്ചത്തെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അന്വേഷണത്തിൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരത്തിന്റെ മണ്ഡലമാണ് സത്തയുടെ മണ്ഡലം, ഓണ്ടോളജിയുടെ മണ്ഡലം. അത് സാഹിത്യത്തിലേക്ക് വരുമ്പം, സാഹിത്യ വിദ്യാർത്ഥികൾ കൂടിയുള്ളതുകൊണ്ട് സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു മനഃശാസ്ത്ര നിരൂപണം നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണുള്ളത്, പീഡിപ്പസ് കോംപ്ലക്സ് നമ്മൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ നാർസിസിസം നമ്മൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പാഠത്തിന്റെ അബോധം നമ്മൾ അന്വേഷിക്കുന്നു. അപ്പൊ അതിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ ഓണ്ടോളജി, സത്താശാസ്ത്രം എന്ന് വിളിക്കുന്നത്. വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തത് അത് ഓണ്ടോളജി അഥവാ സത്താശാസ്ത്രം. ഞാൻ പെഡഗോഗി വരുന്നതുകൊണ്ടാണ് ആ നിലയിൽ കൂടി പറയുന്നത്. രണ്ടാമത് ഉള്ള ഒരു മേഖല, തത്വചിന്തയുടെ മേഖല, എപ്പിസ്റ്റമോളജി എന്നാണ്. എപ്പിസ്റ്റമോളജി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നുള്ളതല്ല, അന്വേഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നാം അറിയുന്നത്, ഹൗ വി നോ. ആ മണ്ഡലം, അതായത് തിയറി ഓഫ് നോളജിന്റെ മണ്ഡലത്തെയാണ് എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സത്താശാസ്ത്രം, മറ്റത് ജ്ഞാനശാസ്ത്രം. അപ്പോ എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോ വെള്ളത്തിന്റെ ചൂടറിയാൻ ടെമ്പറേച്ചർ മുഖാന്തരം നമുക്ക് തെർമോമീറ്റർ കൊണ്ട് അളക്കാം, കൈ അതിൽ കുത്തി നോക്കിയിട്ട് അളക്കാം. അപ്പൊ അറിവിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ മീഡിയത്തെ, ജ്ഞാനമാധ്യമത്തെയാണ്, അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന മേഖലയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്, ജ്ഞാനശാസ്ത്രം. മൂന്നാമത്തെ മേഖല ലോജിക് എന്ന് പറയുന്നതാണ്. ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്ന വസ്തു ഉണ്ട്, അന്വേഷിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു അറിവിന്റെ രീതിയുണ്ട്, എങ്ങനെയെന്നുള്ള രീതിയുണ്ട്. ആ അന്വേഷണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിയുടെ മേഖലയാണ്, ലോജിക്കിന്റെ മേഖലയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സിലോളജിസ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മരിക്കും, എല്ലാ മനുഷ്യരും മരിക്കും, സോക്രട്ടീസ് ഒരു മനുഷ്യനും, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും എന്നൊക്കെ പറയുന്ന മറ്റുള്ള യുക്തിയുടെ നിർദ്ധാരണം. അപ്പൊ ആ മേഖലയാണ് ലോജിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് എന്താണ് എന്നത്, രണ്ടാമത്തെ എങ്ങനെയാണ് എന്നുള്ളത്, മൂന്നാമത്തത് അതിനെ ഏതു തരം യുക്തി കൊണ്ടാണ് നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നത്. അപ്പൊ ഇത്
സയൻസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 3 മേഖലകളും വളരെ പ്രസക്തമാണ്. നമ്മൾ ഒരു കാര്യത്തെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ അറിവുകളുടെ രീതിയെയാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അറിവ് ഈ നിലയിൽ അവസാനിച്ചു എന്ന് പറയാം. ഇത് 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് കാര്യത്തെയും മനസ്സിലാക്കാനുള്ള ഘടകങ്ങളായി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത തത്വചിന്തയുടെ മണ്ഡലത്തെ എത്തിക്സ് എന്നൊരു വാക്കുകൊണ്ട് ഉപയോഗിക്കാം. അറിയാവുന്ന വാക്കാണ് ഇതൊക്കെ. നീതിശാസ്ത്രം അല്ലെങ്കിൽ ചിലപ്പോൾ സാമാന്യ അർത്ഥത്തിൽ ധാർമ്മികത എന്നൊരു വാക്ക് ഉപയോഗിക്കും. അത് എങ്ങനെയാണ് തത്വചിന്തയിൽ പ്രസക്താവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോ നമ്മള് ഒരു പരീക്ഷണശാലയില് ജീവിയുടെ ശാരീരിക പ്രവർത്തനത്തെക്കുറിച്ച്, ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ പ്രാഥമികമായിട്ട് ഒരു തവളയെ കീറി മുറിക്കുന്നുണ്ട്. അപ്പൊ അതില് തവളയുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ള സംഗതി വരുമ്പോൾ, നമ്മൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് വരുമ്പോൾ, അതിൻ്റെ അകത്ത് ഓണ്ടോളജിക്കൽ അതിന്റെ സത്തകളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് കീറിമുറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത് നമ്മൾ കണ്ണിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉൾപ്പെടെ അതിനെ ആധുനിക സയൻസിന്റെ ബയോളജിയുടെ രീതിശാസ്ത്രം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവിടെ ജ്ഞാനശാസ്ത്രം വന്നു. അതിന് നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്ക് അത്രയായി കഴിഞ്ഞു. അത്രയും പോരെ സയൻസിന്. സാമാന്യ സയൻസിന്, നാച്ചുറൽ സയൻസിന് അത്രയും മതി. പക്ഷെ അതിൽ വേറൊരു ചോദ്യം ഉയർന്നു വരും. ഈ തവളയെ ഇങ്ങനെ കീറി മുറിക്കുന്നത്, കാല് വെട്ടുന്നത്, തുന്നിച്ചേർത്ത് വെറുതെ വിടുന്നത്, ഇതൊക്കെ ശരിയാണ്? VR സുധീഷിന്റെ വംശാനന്തര തലമുറ എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനകത്ത് പ്രമേയം ഇതാണ്: ഇത് എത്തിക്കലാണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോ എത്തിക്സിന്റെ ഒരു തലം കടന്നു വരിക, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. ഇത് നാച്ചുറൽ സയൻസിൽ മാത്രമല്ല, സോഷ്യൽ സയൻസിൽ, ഞാൻ സമയമുണ്ടത് പിന്നീട് വിശദീകരിക്കാം. സോഷ്യൽ സയൻസിൽ ഞാൻ ഒരു സോഷ്യോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ആദിവാസികളെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ അവരെ കേവലം പഠന വസ്തുക്കളായിട്ട് കണ്ട് അവരെ മനുഷ്യരായിട്ട് സങ്കല്പിക്കാതെ, പണ്ട് ആന്ത്രപ്പോളജിയൊക്കെ അങ്ങനെ ചെയ്തിരുന്നല്ലോ, കുറെ അളവുകളും തൂക്കങ്ങളും ഒക്കെ ആയിട്ട് അവരെ കാണുന്ന ഒരു രീതിയുണ്ട്. അവിടെ എത്തിക്കലായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാം. അവരെ അങ്ങനെയാണോ കാണുന്നത്? നമ്മൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളായിട്ട്, അവരെ അന്യരായിട്ട് കണ്ട് കേവലം വസ്തുക്കളെ പഠിക്കുന്ന പോലെ പഠിക്കേണ്ടതാണോ എന്നൊരു ചോദ്യം വരുമ്പം അവിടെ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അത് എത്തിക്സ് എന്ന് പറയാം. അടുത്ത ചോദ്യമാണ് നമ്മൾ എസ്തെറ്റിക് എന്ന് പറയുന്ന ഘടകം വരുന്നത്. എസ്തെറ്റിക് എന്ന് പറയുമ്പം യുക്തിക്കപ്പുറത്ത് അത് ഉണ്ടാക്കുന്ന വൈകാരികമായ, ആനുഭൂതികമായ തലങ്ങളാണ്. ഒരു തവളയെ കീറി മുറിക്കുമ്പം ഒരു സാധാരണഗതിയിലുള്ള ഒരു ശാസ്ത്രജ്ഞന് വൈകാരികമായി ഒന്നും തോന്നേണ്ടതില്ല. പക്ഷെ തവളയെ തൊടുമ്പോൾ, മണക്കുമ്പോൾ ഇന്ദ്രിയാനുഭവപരമായ അല്ലതുണ്ടാക്കുന്ന മറ്റ് വൈകാരികമായ ഒരുപാട് സ്തോഭങ്ങൾ നമ്മുടെ മേഖലയിലുണ്ട്. ഈ മണ്ഡലത്തെയാണ് ഞാനത് സയൻസിന്റെ യുക്തിക്കകത്തുനിന്ന് സാമാന്യമായിട്ട് പറഞ്ഞു തന്നെ, ഞാൻ പിന്നീട് മറ്റൊരു തരത്തിൽ വിശദീകരിക്കും. അപ്പൊ ഇതിനെ ഈ നിലയിൽ ഈ അറിവിന്റെ പ്രക്രിയക്കകത്ത് നടക്കുന്ന ഈ ആനുഭൂതികമായ മണ്ഡലത്തെയാണ് എസ്തെറ്റിക്കൽ എന്ന് വിളിക്കുന്നത്, എസ്തെറ്റിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഘടകങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ജ്ഞാനമേഖലയിലെ വേറെ പിന്നാലെ തത്വചിന്തയുടെ മേഖലയിലേക്ക് വികസിച്ചു വരുമ്പോൾ പിന്നീട് സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് വരും. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം താൽക്കാലികമായിട്ട് അതല്ല. ഇപ്പൊ പറഞ്ഞു വന്നൊരു ചുരുക്കം, സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ അനുഭൂതി മണ്ഡലം എന്ന് പറയുന്നത് അറിവിന്റെ, അന്വേഷണത്തിന്റെ, ചിന്തയുടെ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത്. തത്വചിന്തയുടെ ചരിത്രം നമ്മൾ തുടർന്ന് കാണുമ്പോൾ ആധുനിക കാലഘട്ടം വന്നതോടുകൂടി, ഇത് ഞാൻ ഗ്രീസിന്റെ
യുക്തി വെച്ചാണ് ആദ്യം പറഞ്ഞത്. ആധുനിക കാലഘട്ടം വന്നതോടുകൂടി ഇത് മറ്റൊരു തരത്തിൽ ക്രമീകരിക്കപ്പെടുന്നുണ്ട് ഫിലോസഫിയുടെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. യൂറോപ്യൻ ചരിത്രത്തില് ആധുനികത, മോഡേൺ എന്ന് നമ്മൾ പറയുന്ന മണ്ഡലം പ്രാഥമികമായിട്ട് 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിലൊന്നിനെ നവോത്ഥാനം എന്ന് വിളിക്കും, രണ്ടാമത്തതിന് മതനവീകരണം, റിഫർമേഷൻ എന്ന് വിളിക്കും, മൂന്നാമത്തതിന് എൻലൈറ്റൻമെന്റ് മോഡേണിറ്റി അഥവാ പ്രബുദ്ധതാപരമായ ആധുനികത എന്ന് വിളിക്കും. നമ്മളിപ്പോ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഇതിനൊക്കെ മൊത്തത്തിൽ നവോത്ഥാനം എന്നാ വിളിക്കുക. പക്ഷെ യൂറോപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനെ 3 ഘട്ടങ്ങളായിട്ട് തന്നെ പറയാം. അങ്ങനെ പറയുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ 3ആക്കി തിരിച്ചത്. ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോ നവോത്ഥാനത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചു. ഡാന്റെയുടെ കാര്യങ്ങൾ പഠിച്ചു, നവോത്ഥാന ചിത്രകാരന്മാരെ കുറിച്ച് അറിയാം. അത് നവോത്ഥാനം എന്ന് വിളിക്കാൻ കാരണം യൂറോപ്പിലെ മതാധിപത്യത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് മതമല്ലാതെ മറ്റൊരു ജ്ഞാനവും ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന, മതത്തെ വെല്ലുവിളിക്കുന്ന ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തെ, അതിനെയാണ് ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന് വിളിക്കുക, അതിനെ പിന്തള്ളിക്കൊണ്ട് പഴയ ഗ്രീസിലെ ഉൾപ്പെടെയുള്ള അറിവിനെ തിരിച്ചു കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മട്ടിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടു തുടങ്ങുന്ന, ഒരർത്ഥത്തിൽ പഴയ മട്ടാണിത്, പക്ഷെ പുതിയ തരത്തിൽ സമീപ ഭൂതകാലത്തെ പിന്തള്ളിക്കൊണ്ട് പഴയ ഗ്രീസിനെ അന്ന് തടഞ്ഞു വെച്ചിരുന്ന ഗ്രീക്ക് ചിന്തയും സയൻസും ഒക്കെ വീണ്ടും തിരിച്ചു വരുന്നു. അതിന്റെ ആർക്കിടെക്ചർ ഉൾപ്പെടെയുള്ള പലതും തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് അതിന്റെ നവോത്ഥാനം എന്നുള്ള വാക്കുപയോഗിക്കുന്നത്. ആ നിലയിൽ മതത്തിന്റെ അറിവ് മാത്രമാണ് അറിവ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ യുഗം പിറക്കുന്നു. അതിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. അത് പിന്നീട് ഞാൻ ഭാഷയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ ഭാഷക്ക് വലിയ റോളുണ്ട്. എന്താ റോളെന്ന് വെച്ചാല്, മതാധിപത്യത്തിന്റെ കാലഘട്ടത്തില് ലത്തീൻ എന്ന് പറയുന്ന ഭാഷക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ മറ്റ് ഭാഷകളൊന്നും, യൂറോപ്പിലെ നാട്ടുഭാഷകളൊന്നും തന്നെ അറിവിന്റെ മാധ്യമമായിട്ട് ഉപയോഗിക്കപ്പെടാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്ന മതാധിപത്യത്തിന്റെ കാലഘട്ടമെങ്കിൽ, നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ യൂറോപ്യൻ ഭാഷകൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകൾ സാഹിത്യത്തിന്റെയും സയൻസിന്റെയും മറ്റെല്ലാ അറിവുകളുടെയും മാധ്യമമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് നവോത്ഥാനത്തിന് ആ നിലയിലുള്ള ഒരു പങ്കുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതമായിരുന്ന ഒരു കാലത്ത് എല്ലാ അറിവിന്റെയും കേന്ദ്രമെങ്കിൽ പിന്നീട് എങ്ങനെ നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ അതിന് പകരം നാട്ടുഭാഷകളെല്ലാം എങ്ങനെ ശക്തിപ്പെടുന്നു എന്നതുപോലെ. അതുകൊണ്ട് നവോത്ഥാനം ആ നിലയിൽ പ്രസക്തമാണ്. അത് മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അത് പറഞ്ഞു വെച്ചു മാത്രം. രണ്ടാമത് റിഫർമേഷൻ എന്ന് പറയുന്നത് മതനവീകരണമാണ്. ലൂഥറിയൻ അച്ചടിയൊക്കെ വരുന്നതിന് വലിയ പങ്കുണ്ട് ഇതിൽ. അതായത് നേരത്തെ ബൈബിള് കുറച്ചു പേർക്ക് മാത്രം നേരിട്ട് കാണാൻ കഴിയുകയും വായിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം വിട്ടിട്ട് അച്ചടിയൊക്കെ വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും അച്ചടിച്ച ബൈബിൾ എത്തുന്നു. പൗരോഹിത്യത്തിന്റെ ഇടനിലയില്ലാതെ നേരിട്ട് ദൈവിക വചനങ്ങളുമായിട്ട് ആളുകൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ മതം മറ്റൊരു നിലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. ആ നിലയിൽ മതനവീകരണം എന്ന് പറയുന്ന ഒരു ഘട്ടം രൂപപ്പെടുന്നു. ഒരു 12, 15, 16 നൂറ്റാണ്ടുകളിൽ നടക്കുന്ന പ്രക്രിയയാണ് ഈ പറഞ്ഞതൊക്കെ. 17-ാം നൂറ്റാണ്ടാവുമ്പോൾ ആധുനികത, അവിടെ ഞാൻ ആധുനികത എന്നുള്ള വാക്ക്, ഇവിടെ സാഹിത്യ വിദ്യാർത്ഥികളും കൂടിയുള്ളതുകൊണ്ട് ഞാൻ ആ വാക്ക് ഒന്ന് പിരിക്കാൻ പോവാണ്. ആധുനികം എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് 3 തലങ്ങളുണ്ട്. ഒന്ന് ചിന്താപരമായ ആധുനികത. ചിന്താപരമായ ആധുനികത എന്ന് പറഞ്ഞാൽ റെനെ ദക്കാർത്തിന്റെ 17-ാം നൂറ്റാണ്ടിലെ, നിങ്ങൾ വീട്ടിലൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, റെനെ ദക്കാർത്ത് എന്ന് പറയുന്ന ഫ്രഞ്ച് തത്വചിന്തകൻ 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം എല്ലാവരും കേട്ടിരിക്കും. ഐ തിങ്ക് ദെർഫോർ ഐ ആം. ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതായത് നേരത്തെ കൂട്ടി ഉള്ളൊരു ലോകത്തിന്റെ അകത്തെ ഒരു ഘടകമായിട്ടുള്ള എന്നെയല്ല കാണുന്നത്,
പകരം എന്നിൽ നിന്ന് ആരംഭിക്കുകയും എൻ്റെ ചിന്തയായിട്ട്, എൻ്റെ ചിന്താവിഷയമായിട്ട് ലോകത്തെ കാണുകയും ചെയ്യുന്നു. എൻ്റെ ചിന്തയുള്ളത് കൊണ്ടാണ് ഞാനുള്ളത്, ലോകമുള്ളത് എന്ന് വേണേൽ പറയാം. അത്രയും എക്സ്റ്റൻഷനിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ ആഘാതശേഷി അതാണ്. ഐ തിങ്ക് ദെർഫോർ ഐ ആം. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ, അപ്പൊ ആ ചിന്തിക്കുന്ന മനുഷ്യന്റെ ചിന്താവിഷയമാണ് ഈ ലോകം എന്ന നിലയിൽ ആധുനിക വ്യക്തി ജനിക്കുകയാണ്. ആധുനിക വ്യക്തി അയാളുടെ ചിന്ത കൊണ്ട് അറിയുന്ന ലോകം എന്ന്. ഇപ്പൊ സാഹിത്യത്തിൽ, വീണ്ടും ഞാൻ സാഹിത്യ വിദ്യാർത്ഥികൾ അപ്പുറമുള്ളതുണ്ട്, സാഹിത്യത്തിലെ ഇപ്പൊ പഞ്ചുമേനോൻ, ഇന്ദുലേഖയിലെ പഞ്ചുമേനോന്റെ ഒരു ലോകവീക്ഷണം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് മാധവനിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരർത്ഥത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഒരർത്ഥത്തിൽ മാധവൻ ചിന്ത കൊണ്ടാണ് ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പഞ്ചുമേനോൻ അങ്ങനെയല്ല, പാരമ്പര്യം കൊണ്ടും കീഴ്വഴക്കം കൊണ്ടും ജാതി ഘടന കൊണ്ടും ഒക്കെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ എൻ്റെ ചിന്ത കൊണ്ട് തിരിച്ചറിയുന്ന ഒരു ലോകം എന്ന നിലയിൽ ചിന്തക്ക് പ്രാധാന്യം വരുന്നു. ഈ ഘട്ടത്തെയാണ് എൻലൈറ്റൻമെന്റ് മോഡേണിറ്റി, പ്രബുദ്ധതാപരമായ ആധുനികത, മലയാളത്തിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് വിവർത്തനം ചെയ്താൽ ആധുനികത്വം എന്ന് വേണമെങ്കിൽ വിളിക്കാം, മോഡേണിറ്റി എന്നായതുകൊണ്ട് ചില ആളുകൾ അതിന് ജ്ഞാനോദയ ആധുനികത എന്നൊരു വാക്ക് ഉപയോഗിക്കും. അപ്പൊ ഇതാണ് ആധുനിക എന്നുള്ള വാക്കിന്റെ ഒരർത്ഥം, ഒരു തലം. അതായത് ചിന്ത കൊണ്ട് നമ്മൾ ആന്തരികമായി വരുന്ന പരിണാമങ്ങൾ. ആധുനിക ഘട്ടത്തിൽ, നേരത്തെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തയിൽ വരുന്ന ആന്തരികമായി വരുന്ന പരിണാമം. ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം മാറുന്നു, നമ്മളും സമൂഹവും തമ്മിലുള്ള ബന്ധം മാറുന്നു, പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ബന്ധം മാറുന്നു, എന്നെ തന്നെ ഞാൻ കാണുന്ന രീതി മാറുന്നു. അങ്ങനെ അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം യുക്തിയാണ് എന്നാണ് ദക്കാർത്ത് പറയുന്നത്. യുക്തിയാണ്. വൈകാരികതക്ക് അദ്ദേഹം പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഇപ്പൊ യുക്തി കൊണ്ട് അറിയേണ്ട ഒന്നായിട്ട് ഇപ്പൊ സയൻസിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് കാർട്ടീഷ്യൻ ജിയോമെട്രി, നമ്മൾ നിർദ്ദേശാങ്ക ജ്യാമിതി എന്ന് പറയുന്ന ഗണിതത്തിലെ പദ്ധതി രൂപപ്പെടുത്തുന്നത്. അതായത് നേരത്തെ രണ്ട് വിഷയമേഖലയായിട്ട് കടന്നിരുന്ന ആൾജിബ്രയെയും ജിയോമെട്രിയെയും ഒന്നിച്ചു ചേർക്കുകയും ഒരു ഗണിത സൂത്രം കൊണ്ട് ഒരു ജാമിതീയ രൂപത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയും എന്ന് സ്ഥാപിക്കുന്ന വളരെ ഗംഭീരമായ ഒരു റവല്യൂഷനാണിത് ചിന്താമണ്ഡലത്തിൽ. അതായത് ഒരു രൂപത്തെ ഒരു ഇക്വേഷനിലൂടെ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x എന്നൊക്കെയുള്ള മട്ടിൽ ഒരു രൂപത്തെ ഇങ്ങനെ ആൽജബ്രിക് ഫോംസ് കൊണ്ട്, സൂത്രവാക്യങ്ങൾ കൊണ്ട്, ഫോർമുലകൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും, പ്രതിനിധാനം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള മട്ടിൽ ലോകത്തെ ഒരു ഗണിത പ്രക്രിയയായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങുകയാണ് ദക്കാർത്തിൽ. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നീട് ഗലീലിയൻ സയൻസ് ഒക്കെ രൂപപ്പെടുന്നത്. ലോകം ഒരു ഗണിത പ്രക്രിയയായിട്ടാണ് കാണുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ ഗണിത സമവാക്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒന്നായിട്ട്. അത് സയൻസിന്റെ ഒരു പിൽക്കാലത്തെ പരിണാമം മുഴുവൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ക്രൈസിസ് 20-ാം നൂറ്റാണ്ടിൽ വരെ, പിന്നീട് ഇവിടെ ചർച്ച ചെയ്യാൻ സമയമില്ല. അപ്പോ എൻലൈറ്റ്മെന്റ് മോഡേണിറ്റി എന്ന് പറയുന്നത് അതാണ്. മറ്റൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക്, കുറിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവും, നോട്ടുണ്ടെങ്കിലും കുറിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവും. രണ്ടാമത്തേന് ഞാൻ മോഡേണൈസേഷൻ, ആധുനികീകരണം എന്നൊരു പദപ്രയോഗമാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ മാറി പുതിയ ഉപകരണങ്ങളുമായിട്ട് നമ്മൾ ലോകത്തെ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ അടുപ്പിൽ ചട്ടിയവും കലമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആളുകൾ എങ്ങനെയാണോ കുക്കറിലേക്കൊക്കെ മാറുന്നത്, നേരത്തെ ചെൺമൺ പാതകൾ എങ്ങനെയാണോ ടാറിട്ട റോഡായിട്ട് മാറുന്നത്, നേരത്തെ നടന്നു പോയിരുന്ന അല്ലെങ്കിൽ കുതിരവണ്ടിയിൽ പോയിരുന്ന ഘട്ടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ കാറിലും ബസ്സിലും തീവണ്ടിയിലൊക്കെ മാറിത്തീരുന്നത്, നേരത്തെ നമ്മുടെ ചക്കിൽ നിന്നും നാട്ട് യന്ത്രങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ പുതിയ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ വലിയ പ്രക്രിയയാണ്. വിശാലമായി പറഞ്ഞാൽ മോഡേൺ ക്യാപിറ്റലിസ്റ്റിക് ആയ പ്രക്രിയയും കൂടിയാണത്. വ്യവസായ വിപ്ലവത്തിന്റെ പ്രക്രിയയാണ്. ഈ പ്രക്രിയ നമുക്ക് ആധുനികീകരണം, മോഡേണൈസേഷൻ എന്ന ഒരു പദപ്രയോഗം കൊണ്ട് വിശദീകരിക്കാം. അപ്പൊ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. മോഡേണിറ്റി, ചിന്താ മേഖലയിൽ വരുന്ന മാറ്റം. രണ്ടാമത്തെ മോഡേണൈസേഷൻ, അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ബന്ധങ്ങളിലും ഒക്കെ വരുന്ന മാറ്റം. മൂന്നാമത്, ഞാൻ സാഹിത്യ വിദ്യാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശദീകരിക്കുന്നത്. മൂന്നാമത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം യൂറോപ്പില്, അതേപോലെ കേരളത്തിലൊക്കെ, ഇന്ത്യൻ സാഹിത്യത്തിലൊക്കെ 1950-കൾക്കൊക്കെ ശേഷം വരുന്ന സാഹിത്യത്തിലെ പ്രവണതയെ നമ്മൾ ആധുനികതാവാദം, മോഡേണിസം എന്ന് വിളിക്കും. വിജയന്റെ, ആനന്ദിന്റെയും അയ്യപ്പണിക്കരുടെയും സച്ചിദാനന്ദന്റെയും ഒക്കെ കൃതികൾ ഒക്കെ ഉൾപ്പെടുന്ന മേഖല. യൂറോപ്പിലാണെങ്കിൽ പിക്കാസോവും ദാലിയും T.S. എലിയറ്റും സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന മേഖല. ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ മോഡേൺ എന്നൊരു വാക്ക് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറയാം.
ഡെക്കാർത്ത് ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹത്തിൽ നിന്ന് 18ാം നൂറ്റാണ്ടിൽ ആധുനികത്വത്തിൽ ഏറ്റവും വലിയ ടവറിംഗ് ആയിട്ടുള്ള ചിന്തകരിൽ ഒരാളായ ഇമ്മാനുവൽ കാന്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹമാണ് ചിന്തയെ മുഴുവൻ ക്രമീകരിച്ച ആൾ. നമ്മൾ ഇന്നത്തെ ലോകത്തിന്റെ ചിന്താക്രമത്തെ ആധുനിക രീതിയിൽ ക്രമീകരിച്ച ഏറ്റവും മഹാനായ ചിന്തകൻ അദ്ദേഹം. അദ്ദേഹത്തെ പിന്നീട് വിമർശിച്ചു തള്ളിയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിലും ആ ക്രമീകരണത്തിൽ അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. അദ്ദേഹം 3 പ്രധാന കൃതികൾ എഴുതി. ഒന്ന് ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, 1870-കൾക്ക് ശേഷം എഴുതപ്പെടുന്ന കൃതികളാണ്. അതേപോലെ രണ്ടാമത്തെ കൃതി ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ, മൂന്നാമത്തെ കൃതി ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ്. ഇമ്മാനുവൽ കാന്റ്, KNT, ജർമ്മൻ ചിന്തകൻ. അദ്ദേഹം ക്രിട്ടിക് എന്ന വാക്ക് CRITIQUE ക്രിട്ടിക് എന്ന വാക്ക് പര്യാലോചന, സൂക്ഷ്മാന്വേഷണം, ഉപാധികളെ വിശദീകരിക്കൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് ക്രിട്ടിക് എന്ന വാക്കിന് അർത്ഥം. സാമാന്യ രീതിയിലുള്ള വിമർശനം എന്ന അർത്ഥത്തിലല്ല. അപ്പൊ അദ്ദേഹം ആദ്യത്തെ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാര്യകാരണ ബന്ധത്തോടുകൂടിയുള്ള ഒരു പ്രപഞ്ചത്തെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് നാം ആവിഷ്കരിക്കുന്നത് എന്നുള്ളത്. റാഷണാലിറ്റിയോടുകൂടിയുള്ള ഒരു പ്രപഞ്ചമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. കാര്യകാരണ ബന്ധം, ഘടകവും സാകല്യവും തമ്മിലുള്ള ബന്ധം വലിയ ഫിലോസഫിക്കൽ ചർച്ചയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം കൊണ്ട് പറയാം. നമ്മളൊരു മരം കാണുമ്പോൾ മരം മാത്രമല്ല കാണുന്നത്, മരമായിട്ടും നമുക്കതിനെ കാണാം, ഇലയായിട്ടും നമുക്കതിനെ കാണാം. ഇലകളുടെ സമാഹാരമായിട്ട് മരത്തെ നമുക്ക് കാണാം, അതിനെ ഘടകങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും, അതേസമയത്ത് സാകല്യമായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്ന മട്ടിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അന്വേഷണം. അപ്പോ കാര്യകാരണ പ്രപഞ്ചത്തെ എങ്ങനെ നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നു, മനസ്സിന്റെ തന്നെ ആ കാര്യകാരണ ബന്ധത്തോടുകൂടിയുള്ള ഘടന എന്താണ് എന്നതിനെ പറ്റിയുള്ള വലിയ സൂക്ഷ്മ അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ട സയൻസിന്റെ രീതിശാസ്ത്രത്തിന്റെ യുക്തി അദ്ദേഹം അന്വേഷിക്കുന്നത്. ആദ്യത്തെ കാരണം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിൽക്കുന്നത് അതിലാണല്ലോ. ഈ കാര്യകാരണ ബന്ധത്തോടു കൂടിയുള്ള പ്രപഞ്ചത്തിന്റെ ക്രമത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അറിവിന്റെ മേഖലയാണ്, ശുദ്ധയുക്തിയുടെ വിശദീകരണമാണ്. രണ്ടാമത് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കാര്യകാരണ ബന്ധം, എല്ലാ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കാര്യകാരണ ബന്ധം എന്നുള്ളത് വിട്ടിട്ട് സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് വരുന്ന പ്രായോഗികമായ യുക്തികളുടെ മണ്ഡലം, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇച്ഛാശക്തി, സാമൂഹ്യ ജീവിതത്തിലെ നമ്മുടെ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് നാം സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്, അതിന്റെ ഉപാധികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചർച്ചയാണ്. ഇപ്പൊ സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയാവുന്ന മേഖല വേണമെങ്കിൽ അതാന്ന് പറയാം. ഇവിടെ സോഷ്യോളജി സ്റ്റുഡൻസ്, ഹിസ്റ്ററി സ്റ്റുഡൻസ്, സോഷ്യൽ സയൻസിന്റെ ഇക്കണോമിക്സിന്റെ സ്റ്റുഡൻസ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ തുടങ്ങി നമ്മൾ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്ന മേഖലയുടെയൊക്കെ തന്നെ ഫിലോസഫിയുടെ തലം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ വളരെ പ്രായോഗികമായ യുക്തിയുടെ മേഖലയാണ്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനെ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ വിചാരിക്കുന്നു അല്ലേ? കേൾക്കാലോ? കേൾക്കാം സാർ. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ മെസ്സേജുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, അത് എന്നെ കട്ടാക്കിയും സംശയിച്ചു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ജ്ഞാനം മുഴുവൻ ഒരർത്ഥത്തിൽ അവസാനിച്ചു എന്ന് പറയാം അല്ലെ? ആലോചിച്ച് നോക്കൂ. കാരണം പ്രകൃതിശാസ്ത്രം വന്നു കഴിഞ്ഞു, സാമൂഹ്യ ശാസ്ത്രപരമായ എല്ലാ അറിവുകളും വന്നു. ഇത് മാത്രം പോരെ മനുഷ്യന് ലോകത്തെ അറിയാൻ? വേറെന്തെങ്കിലും അറിവിന്റെ ആവശ്യമുണ്ടോ? അവിടെയാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുസ്തകം വരുന്നത്, ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം. അതില് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഇത് രണ്ടിലും പെടാത്ത മനുഷ്യാനുഭവങ്ങളുടെ മേഖല ഏതാണ്, അതിനെയാണ് എസ്തെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മുടെ അനുഭൂതിയുടെ മേഖലയാണ്. അനുഭൂതി ഈ ആദ്യത്തെ കാര്യകാരണ പ്രകൃതി ബന്ധത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യപരമായ അത്തരം വിഷയങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഞാൻ പറയാം, വിഷാദം എന്ന് പറയുന്ന, ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ എനിക്കൊരു ഡിപ്രഷൻ വരും, ഒരു വിഷാദം തോന്നും. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. സയൻസ് വേറെ നിലക്ക് അത് മനസ്സിലാക്കും, സൈക്യാട്രീന്റെ ഒക്കെ യുക്തിയിൽ. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന അത് അനുഭവമാണല്ലോ. എനിക്ക് ഭയം ഉണ്ടാകുന്നു. ഭയം എന്ന് പറയുന്നത് ഒരു അനുഭവമാണല്ലോ. ആ അനുഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് സയൻസ് ആക്കി മാറ്റുക?
ആ അനുഭവത്തെ സയൻസ് ആക്കി മാറ്റാൻ പറ്റില്ല. അതിന് നിങ്ങൾ അതിന്റെ അനുഭവം എനിക്ക് വരുമ്പോൾ ആൾട്ടർനൽ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് വരുന്ന മാറ്റങ്ങളും എന്റെ വിറയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിസിയോളജിയിലൊക്കെ പറയാമെങ്കിലും ഞാൻ അനുഭവിക്കുന്ന അനുഭവത്തെ നിങ്ങൾക്ക് വിനിമയം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അനുഭവത്തെ വിനിമയം ചെയ്യുന്ന, അനുഭവത്തെ അനുഭൂതിപരമായി വൈകാരികമായി വിനിമയം ചെയ്യുന്ന ഈ മേഖല ആത്യന്തികമായി അത് സൗന്ദര്യം എന്ന് പറയുന്ന മേഖലയായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഈ നിലയിൽ വൈകാരിക വിനിമയത്തിനപ്പുറത്ത്, യുക്തിപരമായ വിനിമയത്തിനപ്പുറത്ത് ഉള്ള വിനിമയത്തിന്റെ മേഖലയാണ് എസ്തെറ്റിക് എന്ന് വിളിക്കുന്നത്. ഇത് അതിനു മുമ്പ് തന്നെ, അദ്ദേഹത്തിന് മുമ്പ് തന്നെ 1730-50 കാലഘട്ടത്തിൽ ബൊങ്കാർട്ടൺ, BAUMGARTON, ബൊങ്കാർട്ടൺ, അലക്സാണ്ടർ ബൊങ്കാർട്ടൺ എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകനാണ് ആധുനിക അർത്ഥത്തിലുള്ള എസ്തെറ്റിക് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ ഇദ്ദേഹം വിശദീകരിക്കുകയോ ചെയ്യുന്നത്. അപ്പോ യുക്തി, പ്രാക്ടിക്കൽ റീസൺ, അതേപോലെ എസ്തെറ്റിക്, സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന മേഖല ഇവിടെയാണ് പ്രസക്തമായി തീരുന്നത്, മൂന്നാമത്തെ ഘടകമായിട്ട്. പിന്നീട് നമ്മൾ തത്വചിന്തയുടെ വികാസം നോക്കുമ്പോൾ നമുക്കറിയാം, തത്വചിന്തയുടെ വികാസം നോക്കുമ്പോൾ ഇതിന്റെ ക്രമങ്ങൾ പല ചിന്തകരിലും മാറി മറിയുന്നത് കാണാം. ഇപ്പൊ നേരത്തെ ഓണ്ടോളജിക്ക്, സത്താശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ചില ആളുകൾ എപ്പിസ്റ്റമോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് എത്തിക്സിനെ കുറിച്ചും എസ്തെറ്റിക്സിനെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ വരുന്നത്. ഏറ്റവും പുതിയ പല ചിന്തകരും സത്താശാസ്ത്രത്തെക്കാളും ജ്ഞാനശാസ്ത്രത്തെക്കാളും പ്രധാനം എസ്തെറ്റിക്സ് ആണെന്ന് പറയും. ഇപ്പൊ ഞാൻ ലളിതമായ ഉദാഹരണം പറയാം, നമ്മൾ സമയക്കുറവുകൊണ്ട് ഇതൊന്നും അധികം വിശദീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ രാത്രി 8 മണിക്ക് നമ്മൾ ടെലിവിഷനിൽ ചർച്ചകൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അല്ലെ? ഈ ചർച്ച വളരെ യുക്തിഭദ്രമായ ചർച്ചയാണ്. പണ്ട് ബർട്രാൻഡ് റസ്സല് പണ്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പൊതു മാധ്യമങ്ങളിൽ ഇപ്പൊ ടെലിവിഷനൊക്കെ വന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞത്, ആളുകൾ തമ്മിൽ പൊതുവായി ചർച്ചകൾ നടത്തി കാര്യകാരണ ബന്ധത്തോടുള്ള ഡിസ്കഷനിലൂടെ അവർ ശരിയായ സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോ യുക്തി കൊണ്ട് നമുക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ ചർച്ചക്കാരൊക്കെ രാത്രി 8 മണിക്ക് കയറി കഴിഞ്ഞാൽ ആങ്കറുണ്ട്, അവരൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധ യുക്തിയിൽ എത്തിച്ചേരും, അല്ലെ? അതാണോ സംഭവിക്കുന്നത്? അവർ ആദ്യം തന്നെ അവരുടെ മനോഘടന രൂപപ്പെടുത്തി കഴിഞ്ഞു. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മനോഘടന, മനോഭാവം, അതിനോടുള്ള ആനുഭൂതിക ബന്ധം, അനുഭവപരമായ ബന്ധം ആദ്യം രൂപപ്പെടുത്തി കഴിഞ്ഞു. ആ ബന്ധത്തിന്റെ അകത്ത് നിന്ന് അവർ ലോജിക്ക് രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് ലോജിക്കിൽ നിന്നല്ല അവരുടെ മനോഘടന വരുന്നത്, മനോഘടന ആദ്യം വന്നു. അതുകൊണ്ട് മനോഭാവമാണ് ആദ്യമെന്നും ആ മനോഭാവത്തിൽ നിന്നാണ് മറ്റു ഘടകങ്ങൾ രൂപപ്പെടുന്നത് എന്നുമുള്ള കാര്യത്തിനാണ് ഈ അടുത്ത കാലത്ത് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചത് വീണ്ടും ഒരു ജർമ്മൻ ചിന്തകൻ നീഷയാണ്, ഫ്രെഡറിക് നീഷെ. കുറച്ച് പേരെങ്കിലും കേട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, നമ്മുടെ വിഷയം മറ്റൊരു തരത്തിൽ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ മനസ്സിന് പ്രാധാന്യമുണ്ട്. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, മെഡിസിൻ പഠിക്കുന്നു, മറ്റു പലതും പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് മാനസികമായി എന്ന കാര്യം വിശദീകരിക്കണമെങ്കിൽ സൈക്യാട്രിക്ക് വിശദീകരിക്കാം. പക്ഷെ അത് ആ അനുഭവം കുട്ടി ലോകത്തോട് സംസാരിക്കുന്നത് ഒരു കവിതയിലൂടെയോ ഒരു കഥയിലൂടെയോ ഒരു നോവലിലൂടെയോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ മണ്ഡലത്തെ, അല്ലെ ചിത്രത്തിലൂടെ ആയിരിക്കാം. ഈ മണ്ഡലത്തെയാണ് നമ്മൾ എസ്തെറ്റിക്കിന്റെ മണ്ഡലം എന്ന് വിളിക്കുന്നത്. ഇതിന് വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് ഞാൻ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രെഡറിക് ഷില്ലർ എന്ന് പറയുന്ന വീണ്ടും ഒരു ജർമ്മൻ ചിന്തകൻ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ വാക്ക് കോയിൻ ചെയ്യുന്നത്, എസ്തെറ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനെ ആധുനിക രീതിയിലുള്ള പൗരബോധമുള്ള ധാർമ്മികതയുള്ള മനുഷ്യനാക്കണമെങ്കിൽ അവർക്ക് യുക്തിപരമായ വിദ്യാഭ്യാസം മാത്രം പോരാ, സാമൂഹ്യശാസ്ത്ര വിദ്യാഭ്യാസം മാത്രം പോരാ, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം കൂടെ വേണം, സാഹിത്യപരമായ വിദ്യാഭ്യാസം വേണം, കലാപരമായ വിദ്യാഭ്യാസം വേണം, ആനുഭൂതികമായ പരിണാമങ്ങൾ അയാളുടെ ഉള്ളിൽ സംഭവിക്കണം. ഇതാണ് കാര്യം. അപ്പൊ എന്തിനാണ് പഠനം നമ്മൾ നടത്തുന്നത് ചോദിച്ചാൽ, സമയം നമുക്ക്, ഞാൻ 1 മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് വിചാരിക്കുന്നു, 15 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തിനാണ് ഈ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നുള്ള ചോദ്യം വരും. അപ്പോ പലപ്പോഴും ചോദിക്കാറില്ല എന്തിനാണ് സാഹിത്യം പഠിക്കുന്നത്. ഇപ്പൊ തന്നെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരാൻ പോകുന്ന BEd ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇനി വരാൻ പോകുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സിൽ സാഹിത്യത്തിന്റെ, അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ഉൾപ്പെടെയുള്ള ഹിന്ദി ആയാലും അറബി ആയാലും ഉറുദു ആയാലും അതിലൊക്കെ സാഹിത്യത്തിന്റെ കണ്ടന്റ് വെട്ടിക്കുറച്ചിരിക്കുക.
വെറും സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. അത് വേണം, സ്കില്ല് വേണം. പക്ഷെ സ്കില്ലിന് കേവലം പ്രാധാന്യം കൊടുക്കുകയും പകരം സാഹിത്യത്തിന്റെ അനുഭൂതിയുടെയും മണ്ഡലത്തെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ വളരെ പരിമിതമായ, തന്നെ അറിയാത്ത വെറും യാന്ത്രികമായ മനുഷ്യരെയാണ് രൂപീകരിക്കുക എന്നുള്ളതാണ് എസ്തെറ്റിക് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ സൗന്ദര്യാത്മക യുക്തിയുടെ, സൗന്ദര്യാത്മക വിമർശനത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ എന്തിനാണ് ഈ സൗന്ദര്യാത്മകത എന്നുള്ള വാക്കിന്റെ, ഞാൻ പറഞ്ഞു, അത് ഏറ്റവും മികച്ച ഒരു മനുഷ്യനെ രൂപപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് സയൻസിനോടൊപ്പം സാമൂഹ്യശാസ്ത്രത്തോടൊപ്പം സൗന്ദര്യാത്മക വിദ്യാഭ്യാസം കൂടെ ആവശ്യമാണ് എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ഞാനതിനെ ലളിതമായ വളരെ പോപ്പുലറായ രീതി ഒന്ന് വിശദീകരിക്കാം. ഇപ്പോ അറിയാലോ, ഞങ്ങൾക്ക് പഴയ ആളാണ്. ഇപ്പൊ ഒരു പെട്ടെന്ന് ഓർക്കുന്നത്, ഒരു 4 ഇയർ ഡിഗ്രിയായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പസിൽ നടന്ന ഒരു പരസ്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക, ഞാൻ അതിൽ കിടക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ പഴയ കാലത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഒക്കെ തന്നെ, വിവാഹം ഉൾപ്പെടെ ആണും പെണ്ണും തമ്മിൽ കാണാതെ രക്ഷിതാക്കളാണല്ലോ നിശ്ചയിച്ചിരുന്നത്, അല്ലെ? അങ്ങനെ രക്ഷിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് ആണും പെണ്ണും പരസ്പരം മനസ്സിലാക്കി കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, ഒരർത്ഥം പറഞ്ഞാൽ ലൈംഗിക ജീവിതത്തിലേക്കും പ്രവേശിക്കുന്ന ഒരു ഘട്ടം എല്ലാ സമൂഹങ്ങളുടെയും പരിണാമത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അത് നടക്കുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്നത്. കഴിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, മറ്റൊരു കാര്യം. പക്ഷേ ഇങ്ങനെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, ലൈംഗികത ഇല്ലാത്ത ആളുകളില്ല, കാമം ഇല്ലാത്ത ആളുകളില്ല. അവര് അതിന്റെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ, അതിന്റെ ഒരു സയൻസ് മനസ്സിലാക്കാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾപ്പെടെയുള്ള സയൻസ് മാത്രം പഠിച്ചാൽ മതിയോ? അത് പഠിക്കണമെങ്കിൽ, അതിന്റെ പരിണാമം പഠിക്കണമെങ്കിൽ കേരളത്തിന്റെ സാഹിത്യം മനസ്സിലാക്കണം. ഇത് ആദ്യം സംഭവിക്കുന്നത്, അതിന് മുമ്പ് ചെറിയ നോവലുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ ഏറ്റവും നിർണായകമായ പരിണാമം സംഭവിക്കുന്നത് ഇന്ദുലേഖ എന്ന് പറയുന്ന മലയാളത്തിലെ നോവലാണ്. ചന്തുമേനോൻ കുറച്ചുപേരെങ്കിലും, അല്ലെങ്കിൽ പലരും വായിക്കേണ്ടതാണ്, മലയാളം നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. ഈ നോവലിലാണ് കാമത്തെ മാത്രം കേന്ദ്രീകരിച്ച, അല്ലെങ്കിൽ കീഴ്വഴക്കപരമായി കേവലം ശരീരം മാത്രമായിട്ട് മനുഷ്യനെ കാണുന്നതിന് മാറിയിട്ട് ആണിനും പെണ്ണിനും വ്യക്തിത്വം ഉണ്ടെന്നും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് ഉണ്ടാകേണ്ട, പരസ്പരം വ്യക്തികൾ എന്നുള്ള നിലക്ക് മനസ്സിലാക്കി ഏർപ്പെടേണ്ട ഒന്നാണ് വിവാഹം എന്ന് സ്ഥാപിക്കുന്ന ഒരു നോവലാണ്. ആ നോവല് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രധാനം. അതുകൊണ്ട് കേരള ചരിത്രം എന്ന് വെച്ചാൽ ഈ കുഴിച്ചു നോക്കപ്പെടുന്ന സാധനങ്ങളോ നന്നങ്ങാടികളോ അല്ല, ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അനുഭൂതിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ ഇന്ദുലേഖയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് വായിക്കാത്തൊരു കുട്ടി, അടുത്തൊരാളെയും കൂടെ ഞാൻ പറയും, വളരെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ കുമാരനാശാൻ. ഇപ്പോ ചോദിക്കാം, എന്തിനാണ് കുമാരനാശാന്റെ കവിത പഠിക്കുന്നത്? സ്കൂൾ പ്രായത്തിൽ നമ്മൾ അതിന്റെ താള രസം കൊണ്ടൊക്കെ വായിച്ചു പോകും. ഡിഗ്രി പ്രായത്തിലും ഒക്കെയാണ് ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചാണ് ഡിഗ്രിക്ക്. അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ മലയാളം പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആശാനെയൊക്കെ കുറച്ചുകൂടി പഠിക്കുന്നത് പിന്നീടാണ് മറ്റൊരു കാര്യം. അപ്പോ ഇവിടെ ആശാന്റെ കവിത എന്തിനു പഠിക്കണം? ആശാന്റെ കവിത വെച്ചാൽ ആശാന്റെ കവിത മാത്രമല്ല, കവിത മൊത്തത്തിലെടുക്കുക, അല്ലെങ്കിൽ കല സാഹിത്യം മൊത്തത്തിലെടുക്കുക. എന്തിനു പഠിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഞാൻ പറയാം. വളരെ ജൈവികമായ മൃഗമാണല്ലോ അടിസ്ഥാനപരമായി, മൃഗതുല്യമായ കാമം എന്ന് പറയുന്ന വാസനയെ പ്രേമമാക്കി മാറ്റുക, അതിനുള്ള വിദ്യാഭ്യാസമാണ് കുമാരനാശാന്റെ കവിത പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ ഒരു കാവ്യാനുഭവത്തിലൂടെ പോകുമ്പോൾ ഒരാൺകുട്ടി, നളിനിയും ലീലയും ഒക്കെ വായിച്ചു വരുന്ന ഒരു ആൺകുട്ടി തൻ്റെ മുന്നിലുള്ള സ്ത്രീ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു ശരീരമല്ല, അവളൊരു വ്യക്തിയാണ് എന്നും അവളെ ഞാൻ ഒരു വസ്തുവിനെ പോലെ ഞാൻ അവളെ കാമിച്ചാൽ മാത്രം പോരാ, അവൾ എന്നെ തിരിച്ചും സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു അധിക വികാരം ജനിക്കുന്നു. അവൾ തന്നെയും സ്നേഹിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാമത്തെ സ്നേഹമാക്കി മാറ്റുന്ന ഈ അധിക വികാരത്തെ അവൾ തന്നിലേക്കും ഒരു നോട്ടം അയക്കുന്നുണ്ടെന്നും, ആ സമ്മതം കൂടെ, ആ സ്നേഹം കൂടെ ചേരുമ്പോഴാണ് കാമം എന്ന് പറയുന്ന വികാരം പ്രേമമാകുന്ന രാസപരിവർത്തനത്തിലേക്ക്
സംഭവിക്കുന്നതെന്നും കുട്ടി മനസ്സിലാക്കുന്നത് ആശാനെ പോലുള്ള ആളുകളുടെ കവിത വായിക്കുമ്പോഴാണ്. ഇനി ഒരു മനഃശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ കാമത്തിന്റെ അകത്ത് വസ്തു മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ എല്ലാ വസ്തുക്കളെയും ഇപ്പം ഞാൻ ആമസോണിൽ ഒരു സാധനം കാണുന്നു, ഞാൻ ഓർഡർ ചെയ്യുന്നു, അത് വസ്തുവാണ്. മാർക്കറ്റിൽ ഒരു സാധനത്തെ കാണുന്നു, ഞാൻ ഓർഡർ ചെയ്യുന്നു, അതിന് വസ്തുബന്ധമുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു സുന്ദരിയായ സ്ത്രീയെ കാണുന്നു, ഞാൻ അവളെ സ്ത്രീധനം കൊടുത്ത് തിരിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ അവളെ, അല്ലെങ്കിൽ ക്യാമ്പസിൽ ഞാൻ ഒരാളെ കാണുമ്പോൾ ഞാൻ അവളൊരു വസ്തു എന്ന നിലയിൽ കണ്ടിട്ട് എൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് പരാജയപ്പെടുമ്പോൾ ഞാൻ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നു. ഇതാണല്ലോ നടക്കുന്നത്. ഇത് നടക്കുന്നത് സാഹിത്യം ചർച്ച ചെയ്യപ്പെടാത്ത, ആനുഭൂതികമായ മേഖല ചർച്ച ചെയ്യപ്പെടാത്ത, മനുഷ്യന്റെ വികാര ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത ക്യാമ്പസുകളിലാണ് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കും കണക്കുകളിലേക്കും പോകുന്നില്ല. വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്. അപ്പൊ ഈ വിദ്യാഭ്യാസം, സാഹിത്യ പഠനം അല്ലെങ്കിൽ കലാപഠനം എന്ന് പറയുന്ന വിദ്യാഭ്യാസം വരുന്നതോടുകൂടി ഈ ഡിസയർ, ഒരു വസ്തുവിനെ പോലെ അവളെ കാണുന്നതിന് പകരം ഡിസയർ ടു ബി ഡിസൈഡ് ബൈ ദി അതർ, അല്ലെങ്കിൽ അന്യൻ എന്നെയും സ്നേഹിക്കണം എന്ന് പറയുന്ന അധിക വികാരം വരുമ്പോഴാണ് നമ്മളൊരു ആധുനിക മനുഷ്യനായി തീരുന്നത്. ഇത് നിങ്ങൾ കുടുംബജീവിതം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ അകത്തും ഒക്കെ തന്നെ ഈ അപരനെ കുറിച്ചുള്ള കരുതൽ കൂടി വൈകാരികമായിട്ട്, അത് വെറുതെ യുക്തി കൊണ്ടല്ല, വൈകാരികമായിട്ട് ആ പ്രസൻസ് നമ്മൾ ആന്തരികമായി അനുഭവിക്കുന്ന ആ പ്രക്രിയയാണ് ഞാൻ എസ്തെറ്റിക് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ഇത് ആവശ്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാണ് ഞാൻ പറയാം. ബാക്കിയൊക്കെ ഇപ്പൊ A+B² എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ സാമാന്യ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പോകേണ്ട ആളുകൾക്ക്, അല്ലെങ്കിൽ ആ മേഖലയിൽ പോകേണ്ട ആളുകൾക്ക് അത് ആ വിജ്ഞാനം പ്രധാനമാണെന്നല്ലാതെ മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഇത്തരം വിദ്യാഭ്യാസമാണ്. അവിടെയും ഈ സൗന്ദര്യ അനുഭൂതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാര്യങ്ങളെ വൈകാരിക അനുഭൂതി എന്ന് പറയുന്നതിന് ഒരു ചരിത്രമുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോ ഇന്ദുലേഖയിൽ ഞാൻ പറഞ്ഞു, ഇന്ദുലേഖ വായിക്കുമ്പോൾ ഇന്ദുലേഖയിൽ മാധവൻ ഇന്ദുലേഖയോട് സ്നേഹം തോന്നുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇന്ദുലേഖ വിശദീകരിക്കുമ്പോൾ, അതിനെ വർണ്ണിക്കുമ്പോൾ ചന്തുമേനോൻ ഇങ്ങനെയാ വർണ്ണിക്കുന്നത്. അതായത് കസബ് എവിടെ അവസാനിക്കുന്നു, ശരീരം എവിടെ ആരംഭിക്കുന്നു എന്നറിയാത്ത മട്ടിലുള്ള ഒരാളാണ് ഇന്ദുലേഖ. എന്ന് വെച്ചാൽ സ്വർണ്ണ തിളക്കമുള്ള ശരീരം ഇന്ദുലേഖയുടെ. ഇന്ദുലേഖ ഒരു പ്രവൃത്തിയും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞ അത്രയും വിപ്ലവകരമായ കൃതിയുടെ മറുവശ പറയുന്നത്. ഇന്ദുലേഖയ്ക്ക് വേണ്ടി എല്ലാ ജോലിയും ചെയ്യുന്ന അടിത്തട്ടിലുള്ള ആളുകളാണ്. ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിപ്പാടിന്റെ തന്റെ മേലുള്ള അധികാരത്തെ നിരാകരിച്ച് താൻ ഇഷ്ടപ്പെടുന്ന മാധവനെ സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിലും, സൂര്യ നമ്പൂതിരിപ്പാട് തന്റെ വീട്ടിലെ ഈ അധികാരമൊന്നുമില്ലാത്തൊരു സ്ത്രീയെ, കല്യാണക്കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് തടയാൻ കഴിയുന്നില്ല. അപ്പോ ഇന്ദുലേഖയുടെ സൗന്ദര്യബോധം, അല്ലെങ്കിൽ ഇന്ദുലേഖയും മാധവൻ ഉൾക്കൊള്ളുന്ന സൗന്ദര്യബോധം അടിത്തട്ടിലുള്ള സൗന്ദര്യബോധമല്ല, മട്ടുപ്പാവിൽ രണ്ടാം നിലയിൽ നിൽക്കുന്ന ഒരു സൗന്ദര്യബോധമാണ്. സവർണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സൗന്ദര്യബോധമാണ്. ഈ സൗന്ദര്യബോധത്തെ 1930-40 എത്തുമ്പോൾ മലയാള സാഹിത്യം അട്ടിമറിക്കുന്നുണ്ട്. അത് അട്ടിമറിക്കുന്നത് അധ്വാനത്തെയും സൗന്ദര്യത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ കോരൻ ചിരുതയെ സ്നേഹിക്കുന്നത് അവളുടെ ഈ സ്വർണ്ണ നിറമുള്ള ശരീരം കണ്ടിട്ടല്ല, പകരം അവളുടെ അധ്വാന ശേഷി കണ്ടിട്ടാണ്. വാഴിൽ അവൾ അധ്വാനിക്കുമ്പോൾ അവളുടെ കറുപ്പിന്റെ നിറം ഉൾപ്പെടെ സൗന്ദര്യമായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോ സൗന്ദര്യാത്മകത എന്ന് പറയുന്നത് കേവല സൗന്ദര്യാത്മകതയല്ല, അത് മനുഷ്യബന്ധങ്ങളെ, സാമൂഹ്യ ബന്ധങ്ങളെ ഒക്കെ തന്നെ പുതിയൊരു അനുഭൂതിയിൽ കാണാൻ കഴിയുന്ന മട്ടിലായി തീരുക. ഇപ്പോൾ രണ്ടിടങ്ങഴി വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ കേവലം ഈ സ്വർണ്ണ നിറത്തെ മാത്രം സൗന്ദര്യമായിട്ട് കണ്ടെങ്കിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ അധ്വാനത്തെ, മനുഷ്യ ജീവിതത്തിന്റെ അകത്തുള്ള സാമൂഹ്യ പ്രവർത്തനത്തെ ഒക്കെ തന്നെ സൗന്ദര്യാത്മകമായിട്ട് കാണാൻ കഴിയുന്ന മട്ടിൽ നിങ്ങളുടെ ആന്തരിക അനുഭൂതി മാറിത്തീരുക ചെയ്യുന്നത്. ഇത് മാറിത്തീർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നിങ്ങൾ പെണ്ണ് കാണാൻ പോയിട്ട് ഈ സ്വർണ്ണ നിറം അന്വേഷിച്ചിട്ട് അവസാനിക്കും. മറ്റത് ആന്തരിക അനുഭൂതിയിലൂടെ ഈ തരത്തിലുള്ള പരിവർത്തനം വരുമ്പോൾ അത് മനുഷ്യബന്ധങ്ങളായിട്ട് അധ്വാനങ്ങൾ പങ്കിടുന്ന, കുടുംബത്തിന്റെ അകത്തായാലും പുറത്തായാലും ശരി, അധ്വാനം പങ്കിടുന്നതിൽ നിന്ന് വരുന്ന ഒരു ആനുഭൂതിക ബന്ധം കൂടിയായിട്ട് പ്രണയം എന്ന് പറയുന്ന ഒന്ന് മാറിത്തീരുന്ന ഒരു ഘട്ടം വരുന്നു. ഇതേപോലെ തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. നേരത്തെ നിങ്ങൾക്കറിയാലോ, പ്രകൃതിയെ നമ്മൾ ആധുനിക ഘട്ടത്തില് വ്യവസായ വിപ്ലവമൊക്കെ വന്നപ്പോൾ എല്ലാറ്റെയും നമ്മളെ വസ്തുക്കളായിട്ട്, എൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള കേവല വസ്തുക്കളായിട്ടാണ് പ്രകൃതിയെ കണ്ടെങ്കിൽ, ഇന്ന് നമുക്കറിയാം പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലുതാണെന്നും നമ്മൾ പ്രകൃതിയുടെ ഒരു ഘടകം മാത്രമാണെന്നും നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. അത് യുക്തി കൊണ്ട് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ അതിനെ അനുഭൂതി കൊണ്ട് അറിയണമെങ്കിൽ പ്രകൃതി ഉൾപ്പെടുന്ന കവിതകൾ, കഥകൾ, നോവലൊക്കെ വായിക്കണം.
എന്മകജെ പോലുള്ള ഒരു നോവലിന്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു കഥ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ഈ ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ സാഹിത്യ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾ ഭൂമിയുടെ അവകാശികൾ പഠിക്കണം. എന്താ കാരണം? എഞ്ചിനീയർ ഒരു തൊടിയിലേക്ക് കടക്കുമ്പോൾ, ഒരു പറമ്പിലേക്ക് കടക്കുമ്പോൾ, ഒരു പ്ലോട്ടിലേക്ക് കടക്കുമ്പോൾ അയാൾ വലിയ കെട്ടിടം അവിടെ പണിയാനാണ് പോകുന്നത്. ആ പണിയുമ്പോൾ അയാൾക്കറിയണം അവിടെ അനേക ജീവജാലങ്ങളുണ്ട്, ജീവികളുണ്ട് എന്ന് അയാൾക്ക് ആദ്യം അറിയണം. ആ അറിവ് അയാൾ എഞ്ചിനീയറിംഗ് അയാൾക്ക് നൽകില്ല, പക്ഷെ ബഷീർ അയാൾക്ക് നൽകും. ഭൂമിയിൽ അവസാനം വന്ന ഒരു ജീവിയാണ് മനുഷ്യനെന്നും അതിനു മുമ്പ് നമ്മുടെ പൂർവ്വപിതാമഹർ എന്ന് പറയാവുന്ന മട്ടിൽ ജീവികളും സസ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലോകം അവിടെ ഉണ്ടെന്നും ഉള്ളൊരു വിനയം അവിടത്തേക്ക് കാലെടുത്ത് ചവിട്ടുമ്പോൾ നമുക്ക് വേണം. ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമുക്കത് കിട്ടും. അത്തരത്തിൽ ഉള്ള ഒരു മാനവിക ബന്ധം, പുതിയൊരു തരത്തിലുള്ള സഹജീവി ബന്ധം നമുക്ക് സാഹിത്യ വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം നൽകുന്നു. അതിനെയാണ് ഞാൻ എസ്തെറ്റിക് എഡ്യൂക്കേഷൻ വിളിക്കുന്നത്. അതുപോലെ മെഡിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ ഇപ്പം 30 ലക്ഷം 50 ലക്ഷം കോടിയാന്ന് തോന്നുന്നു. ഞാനിത് പ്രഭാഷണം തുടങ്ങിയ കാലത്ത് 30 ലക്ഷമാണ്. ഇപ്പൊ നമുക്കൊരു കോടിയൊക്കെ കഴിഞ്ഞു എന്ന് എന്നോട് കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ സന്ദർഭത്തിൽ ആരോ പറഞ്ഞത്. ഒരു മെഡിക്കൽ ഡിഗ്രി നേടാൻ വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ കോടി കൊടുത്തിട്ട് നിങ്ങളൊരു ഡിഗ്രി സമ്പാദിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗി കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ബാങ്ക് ലോൺ അടക്കണം. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇയാളുടെ കിഡ്നി അടിച്ചു മാറ്റിയാൽ എത്രയാകും എന്നാണ്. ഇയാളുടെ ഇടവപ്പാതിക്ക് എന്താകും വില എന്ന് സച്ചിദാനന്ദൻ ചോദിച്ചതുപോലെ ഇയാളെ ഓരോ അവയവമായിട്ട് കണ്ട് അതിനെയൊക്കെ അടിച്ചു മാറ്റിയാൽ എന്താകും വില എന്ന് ആലോചിക്കുന്ന ഡോക്ടർമാർക്ക് ആ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് കേവല സയൻസിന്റെ വിദ്യാഭ്യാസത്തിന് പകരം ആരോഗ്യനികേതനം പോലുള്ള താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനത്തിൽ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെ വളരെ വലിയ ഒരു ആന്തരിക ആനുഭൂതിക ബന്ധമാക്കി മാറ്റുന്ന ഒരു മഹത്തായ നോവലാണ്. അത്തരം നോവലുകളൊക്കെ മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കണം. എങ്കിലേ മാത്രമേ മാനുഷിക ബോധമുള്ള മനുഷ്യനെ സ്നേഹത്തോടെ സ്പർശിക്കാൻ കഴിയുന്ന ഡോക്ടർമാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചില അടുത്തെങ്കിലും പോയാൽ അറിയാലോ, ഡോക്ടറെ അടുത്തേക്ക് പോയാൽ നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല, കാരണം അവർ കമ്പ്യൂട്ടറിലേ നോക്കുള്ളൂ. അത്തരത്തിൽ ഉള്ള ഡോക്ടർമാരെ അത്തരം കോഴ്സുകളിലാണ് ആരോഗ്യനികേതനം പോലുള്ള താരാശങ്കർ ബാനർജിയുടെ നോവലുകൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ആ നിലയിലെ സാഹിത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗന്ദര്യാത്മക അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം സമഗ്രമായി തീരുന്നത് ഈ നിലയിലുള്ള സാഹിത്യവും കലാപരവുമായ അനുഭൂതികളെ കൂടി മനസ്സിലാക്കുന്ന മട്ടിൽ മനുഷ്യ സമഗ്രതയെ ഉൾക്കൊള്ളുന്ന ഒന്നായി തീരുമ്പോൾ മാത്രമാണ്. ആ നിലയിൽ ഇന്ന് നമ്മൾ ഏത് വിദ്യാഭ്യാസ പദ്ധതിയിലും സൗന്ദര്യാത്മകതയ്ക്ക് വലിയ പങ്കുണ്ട്. ആത്യന്തികമായി മനുഷ്യൻ ഒരു ആനുഭൂതിക ജീവിയാണല്ലോ. ബാക്കിയൊക്കെ നമ്മൾ പിന്നീട് ഒരു മനുഷ്യൻ നമ്മളിൽ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഫീലാണ്, ബാക്കിയൊക്കെ നമ്മൾ വിശദാംശം. ഈ ഫീലിനെ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് എസ്തെറ്റിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യബന്ധങ്ങളുടെ ലോകമാണ്. അതുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. സാഹിത്യോത്സവത്തിന്റെ ഈ വേദി അനശ്വരമാക്കിയ പി പവിത്രൻ സാറിന് നന്ദി. ഇനി സാറുമായി സംസാരിക്കുവാനും നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുവാനുമുള്ള സമയമാണ്. ഈ സുവർണാവസരം സജീവമാക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ഹലോ പറയാം സാർ, എന്റെ പേര് അമൃത എന്നാണ്. ഞാൻ KCT കുന്നം കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഏതാ വിഷയം? മലയാളം. എന്റെ ചോദ്യം ഇതാണ്, സാറിന്റെ അഭിപ്രായത്തില് ഖണ്ഡന വിമർശനമാണോ മണ്ഡന വിമർശനമാണോ കൂടുതൽ അഭികാമ്യമായിട്ട് തോന്നിയിട്ടുള്ളത്? ഇത് എന്റെ പ്രഭാഷണ വിഷയമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. അതിന് ഉത്തരം പറയാം. നിരൂപണം ആയതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ നിരൂപണം മാത്രമല്ല, മറ്റു പലതും സയൻസിനെ പറ്റി തന്നെ ഫിലോസഫി ആയിട്ടുള്ള ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പോട്ടെ, എന്നാലും ആ ചോദ്യത്തിന് ഞാൻ പറയാം. ഈ വിമർശനം എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആധുനിക ഘട്ടത്തിൽ രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ കാലത്ത് വിമർശനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പിന്നെന്താ ഉണ്ടായിരുന്നത്? വ്യാഖ്യാനം. രാമായണത്തെയോ മഹാഭാരതത്തെയോ ഖുറാനെയോ ബൈബിളിനെയോ ഒന്നും പണ്ട് ആരും വിമർശിക്കില്ല. കാരണം അത്ര വലിയൊരു സാധനമാണ്. ആധിപത്യത്തിൽ രാജാവിന് നമ്മൾ അനുസരിക്കുന്നത് പോലെ ഈ മഹാകൃതികളൊക്കെ നമ്മൾ അനുസരിക്കുക മാത്രമേ ചെയ്തത്.
വിമർശനം എന്ന് പറയുന്ന ഒരു ശാഖ രൂപപ്പെടുന്നത് ആധുനിക വ്യക്തി ജനിക്കുമ്പോഴാണ്. മാധവനെ പഞ്ചമേനോനെ വിമർശിക്കാൻ കഴിയുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആധുനിക ജനാധിപത്യത്തിൽ രാജാവിനെ പ്രജയ്ക്ക് വിമർശിക്കാൻ കഴിയുന്ന ഘട്ടത്തിലാണ് രാജാധിപത്യപരമായ വലിയ ആധികാരികതയോട് നിൽക്കുന്ന ഈ വലിയ ഇതിഹാസങ്ങളെയൊക്കെ വിമർശിക്കാം എന്ന് വരുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനത്തിൽ നിന്ന് വിമർശനത്തിലേക്കുള്ള പരിണാമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആധുനിക ഘട്ടത്തിൽ നമ്മൾ സ്വതന്ത്ര വ്യക്തികളായിട്ട് മാറുമ്പോഴുള്ള അതിന് ഒരു ചരിത്ര സന്ദർഭമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ 2ാം പകുതിയിൽ കേരളത്തിലൊക്കെ പത്രമാസികകൾ വരുമ്പോൾ ആ പത്രമാസികകൾ ഒക്കെ രൂപപ്പെടുത്തിയ അതിനെ ഉപയോഗിക്കുന്ന വാക്ക് പൊതുമണ്ഡലം എന്നാണ്. പൊതുമണ്ഡലം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ വീട്ടുകാര്യങ്ങളും പറയുന്നതിന് പകരം പുറത്തിറങ്ങി ചായക്കടയിലിരുന്ന് അല്ലെങ്കിൽ പുറത്തുള്ള യോഗങ്ങളിലൊക്കെ പ്രവേശിച്ച് നമ്മൾ പൊതുകാര്യങ്ങൾ, സാമൂഹ്യ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ, ഭരണത്തെക്കുറിച്ചുള്ള വിമർശനം, അതേപോലെ തന്നെ അന്നിറങ്ങുന്ന പുസ്തകങ്ങളെ കുറിച്ചുള്ള വിമർശനം, അച്ചടിച്ച് പുസ്തകങ്ങൾ ഇറങ്ങുവാണല്ലോ. അപ്പോഴാണ് വിമർശനം എന്ന് പറയുന്ന ഒരു ശാഖ രൂപപ്പെടുന്നത്. അതുകൊണ്ട് അന്ന് തന്നെ 2 തലത്തിലുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെ പിന്തുണക്കുന്ന വിമർശനം. അതിപ്പോ കേരള ഓർമ്മയെ പോലുള്ള ആളുകൾ അതാ ചെയ്തത്. അതിനെയാണ് മണ്ഡന വിമർശനം, അത് പ്രകീർത്തിക്കലിന്റെ വിമർശനം. അതേസമയത്ത് CP അച്യുതനെ പോലുള്ള നിരൂപകർ ഖണ്ഡന വിമർശനം നടത്തിയത്. അപ്പൊ മണ്ഡനം, ഖണ്ഡനം എന്ന് പറയുന്ന 2 രീതിയും അന്നത്തെ വിമർശനത്തിലുണ്ട്. പക്ഷെ വിമർശനം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ലോകത്തിന്റെ ക്രമത്തെ, അതിന്റെ കുറവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തലാണ്. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സാഹിത്യത്തെ വിമർശിക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് രാമായണത്തെ കുമാരനാശാൻ വിമർശിച്ചല്ലോ, ചിന്താവിഷ്ടയ സീതയിലെ. ഇപ്പൊ കാട്ടിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട സീതയുടെ പക്ഷത്ത് നിന്ന് ആശാൻ നോക്കുമ്പോഴാണ് രാമായണം വിമർശിക്കപ്പെടേണ്ട ഒന്നായിട്ട് മാറുന്നത്. അപ്പോഴാണ് കുട്ടികൃഷ്ണമാരാര് വാത്മീകിയുടെ രാമൻ എന്നുള്ള ഒരു കൃതി എഴുതുന്നത്. അപ്പൊ ഇതിഹാസങ്ങൾ വിമർശിക്കാൻ കഴിയുമെന്ന് വരുന്നു. ഇപ്പൊ ഈ വിമർശനത്തിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആധുനികമായ പുതിയ കാലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നിപ്പോ ആ ഖണ്ഡനം, മണ്ഡനം എന്ന് പറയുന്ന ഒരു ഇരട്ടകളിൽ നിന്നൊക്കെ സാഹിത്യ നിരൂപണം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇപ്പോ സംസ്കാര വിമർശനം എന്നൊക്കെ പറയുന്ന പുതിയ ശാഖയൊക്കെ വരുമ്പോ, ഇപ്പോ മാമ്പഴം എന്ന് പറയുന്ന ഒരു കൃതിയെ കുറിച്ച് MN വിജയൻ വിമർശിച്ചല്ലോ. വിമർശിക്കാൻ അതൊരു തരത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളൊന്നും അല്ല ഇന്ന് വായനക്കാർ കണ്ടെത്തുന്നത്. അപ്പോൾ വായനക്കാര് അതിന് കൃതി, പാഠം എന്ന് പറഞ്ഞ് 2 വാക്കുകൾ ഉപയോഗിക്കും. കൃതി എന്ന് വെച്ചാൽ അച്ചടിച്ച പുസ്തകം. ഇന്ദുലേഖ അച്ചടിച്ച ഘട്ടത്തിൽ അതേ പുസ്തകത്തിന് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. അതിന് ചില എഡിഷൻ മാറ്റം വന്നു, വേറെ കാര്യം. അല്ലെങ്കിൽ നളിനി, അന്ന് ആശാൻ അച്ചടിച്ച നളിനിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന്റെ ഫോണ്ടൊക്കെ മാറി എന്നൊക്കെ ഉള്ളൂ. പക്ഷേ പാഠം എന്ന് പറഞ്ഞാൽ അതല്ല. ആ നളിനി നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ മാറി. അല്ലെങ്കിൽ രാമായണം ഇന്ന് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പുതിയ രീതിയിൽ വായിക്കുന്നു. നമ്മൾ സിനിമയെ പറ്റിയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഓരോ തരത്തിൽ ഇപ്പോൾ ബ്രഹ്മയുഗം നമുക്ക് വേണേൽ പല നിലയൊക്കെ വായിക്കാം. ചാത്തന്റെ പക്ഷത്തുനിന്ന് വായിക്കാം, പോറ്റിയുടെ പക്ഷത്തുനിന്ന് വായിക്കാം, പാണന്റെ പക്ഷത്തുനിന്ന് വായിക്കാം. ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് വായിക്കാം. ഇങ്ങനെ വായനയുടെ വളരെ വൈവിധ്യം ഉണ്ടാകുമ്പോൾ ആണ് ആ കൃതി കൂടുതൽ വിശദീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിന്റെ അകത്തെ അർത്ഥം കണ്ടെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിന്റെ പല നിലയിൽ, പല തരങ്ങളിൽ അതിനെ നോക്കിക്കാണുക എന്നുള്ള വീക്ഷണം പുതിയ ജനാധിപത്യ വീക്ഷണമാണ്. അപ്പോൾ കൂടുതൽ ജനാധിപത്യമായിട്ട് കൂടുതൽ പൊരുത്തപ്പെടുന്നത് പലപ്പോഴും മണ്ഡനത്തെക്കാൾ ഖണ്ഡനാണ്. പക്ഷെ ഒരു വശം കൂടുതൽ മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് ഈ മണ്ഡനവും ഖണ്ഡനവും നടത്തുന്നത്? ഒരു യാഥാസ്ഥിതിക കൃതിയെ നിങ്ങൾ വിമർശിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഒരു ദളിത് പശ്ചാത്തലമുള്ള ഒരു കൃതി, അല്ലെങ്കിൽ സ്ത്രീ വിമോചനപരമായ കൃതി, അതിനെ ഖണ്ഡനമല്ല നടത്തേണ്ടത്, അതിനെ മണ്ഡനം നടത്തേണ്ടത്. അപ്പോൾ പുതിയ സൗന്ദര്യാനുഭൂതികൾ നൽകുന്നതിനോടൊപ്പം നമ്മൾ നിൽക്കുകയും പഴയ സൗന്ദര്യാനുഭൂതി അല്ലെങ്കിൽ യാഥാസ്ഥിതികമായ അധികാരപരമായ അനുഭൂതികളൊക്കെ നൽകുന്നതിനെ വിമർശിക്കുകയും വേണം. അതുകൊണ്ട് ഖണ്ഡനമാണോ മണ്ഡനമാണോ എന്നുള്ള കേവല ഉത്തരമല്ല. ഏതിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്, ഏതിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്നനുസരിച്ചിരിക്കും അത് നിങ്ങളുടെ ജനാധിപത്യ ബോധത്തിനൊപ്പമായിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. ഈ 19-ാം നൂറ്റാണ്ടിലെ ഈ സൗന്ദര്യം ഈ അർത്ഥത്തിലൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോ അധ്യാത്മരാമായണം എന്ന് പറയുന്ന ഒരു കൃതി, എന്റെ പ്രഭാഷണത്തിൽ തുടർച്ചയിൽ കൂടെ പറയുന്നത്, 19-ാം നൂറ്റാണ്ട് വരെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന ഒരു കൃതി ഒരു മതപാഠമാണ്, അല്ലെ? വിശ്വാസികളുടെ ഒരു കൃതിയാണ്. മഹാഭാരതം അങ്ങനെയാണ്. ബൈബിളും ഖുറാനും ഒക്കെ തന്നെ ഒരു മതഗ്രന്ഥമാണ്. പക്ഷെ അച്ചടിച്ചിട്ട് ആ മതത്തിൽ പെടാത്ത ഒരാളുടെ കയ്യിൽ കിട്ടുമ്പോൾ, ഇപ്പൊ ഖുറാൻ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ, ഞാൻ ആ മതവിശ്വാസിയല്ല, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഭഗവത്ഗീത തന്നെയാവട്ടെ, മറ്റേതും കൃതി അല്ല, രാമായണം തന്നെയാവട്ടെ.
ഈ കൃതിയെ ഞാൻ വിശ്വാസിയല്ലാത്ത ഞാൻ എങ്ങനെയാണ് വായിക്കുന്നത്? എനിക്ക് രാമനെ ഞാൻ ദൈവമായിട്ട് കരുതുന്നില്ല, ഖുറാനിലെ ദൈവിക വചനമായിട്ട് ഞാൻ കരുതുന്നില്ല, ബൈബിളിന്റെ ദൈവപുത്ര സങ്കല്പമൊന്നും എനിക്കില്ല. എന്നിട്ട് ഞാനത് വായിക്കുന്നു. എങ്ങനെയാണ് വായിക്കുന്നത്? മതബോധത്തിനും വിശ്വാസബോധത്തിനും പുറത്ത്, അതിനപ്പുറത്ത് സൗന്ദര്യബോധം കൊണ്ട്, അതിന്റെ ആനുഭൂതികമായ ഒരു ബോധം കൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ എനിക്കതിന്റെ ധാർമ്മികത എനിക്ക് അനുഭവപ്പെടും. ഖുറാനിലെ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം ഞാൻ എൻ്റെ മൂല്യമാക്കി എടുക്കും. ബൈബിളിലെ സ്നേഹം എന്ന് പറയുന്ന മൂല്യം ഞാൻ എൻ്റെ മൂല്യമാക്കി എടുക്കും. നമ്മുടെ രാമായണത്തിലൊക്കെയുള്ള പാരിസ്ഥിതികമായ ബന്ധങ്ങൾ ഞാൻ എൻ്റെ മൂല്യമാക്കി എടുക്കും. ഇങ്ങനെ ഒരു മതേതര സമൂഹ രൂപീകരണത്തിൽ കൂടി സൗന്ദര്യബോധത്തിന് പങ്കുണ്ട്. കേവലം ഒരു മതത്തിനകത്ത് വിശ്വാസത്തിനകത്ത് മാത്രം നിൽക്കുന്ന വായനാ സംസ്കാരത്തെ അതിന് പുറത്തേക്ക് എത്തിക്കാനും മറ്റു മതങ്ങളിലെയും മറ്റു സംസ്കാരങ്ങളിലെയും ഒക്കെയുള്ള എഴുത്തുകളെയും നമ്മുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നവീകരിക്കാനും ഒക്കെ കഴിയുന്ന ബോധത്തെയും കൂടിയാണ് ഞാൻ സൗന്ദര്യബോധം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടൊരു മലയാളി, ആധുനിക മലയാളിയുടെ സൗന്ദര്യബോധം അതിൻ്റെ അകത്ത് ക്രൈസ്തവവും ഇസ്ലാമികവും ഹൈന്ദവവും മതേതരവും യുക്തിവാദപരവും അല്ലാത്ത സോഷ്യലിസവും ഒക്കെ ചേരുന്ന വിവിധ തരത്തിലുള്ള കൃതികളുടെ, ചിന്തകളുടെ, അനുഭൂതികളുടെ ഒക്കെ വിനിമയത്തെയാണ് നാം ഒരു മലയാളി അനുഭൂതി എന്ന് പറയുന്നത്. ആ അനുഭൂതിയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ നിലയിലുള്ള സാഹിത്യകൃതികളും കലാസൃഷ്ടികളുമായിട്ടൊക്കെ ബന്ധം വേണം. ആ ഒരു സമഗ്രതയിൽ നിന്നുകൊണ്ടാണ്, ആ അനുഭൂതിയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു സാഹിത്യകൃതിയെ നോക്കിക്കാണുന്നെങ്കിൽ ചിലതിനെ നമുക്ക് വാഴ്ത്തേണ്ടി വരും, ചിലതിനെ നമുക്ക് വിമർശിക്കേണ്ടി വരും. ഓക്കെ സർ, നമസ്കാരം. എൻ്റെ പേര് ജയകാന്ത് ആണ്. സാറ് കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് എനിക്കുണ്ടായ ഡൗട്ട്, അതായത് ഇന്നത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കൂടുതലും കുട്ടികൾ എങ്ങനെയും നല്ല മാർക്കുകൾ വാങ്ങി അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂകൾ നിറയ്ക്കുന്ന കഥകളും നോവലുകളും കവിതകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവരതിനെ എത്രത്തോളം പ്രാധാന്യത്തോടെ അതിനെ കാണും എന്നുള്ളതൊരു സംശയപരമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? അത് നമ്മള് രണ്ട് കാര്യമുണ്ട്. അത് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവർ വായിക്കാൻ ബാധ്യപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, അത് പഠിക്കാൻ ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് ഇപ്പം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം പോകുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, നിങ്ങൾ വാതിലിൽ കൂടെ അടിച്ചു പുറത്താക്കിയാലും ജനലിൽ കൂടെ അത് തിരിച്ചു വരും. അനുഭൂതി, വൈകാരികത, ഇതൊന്നും ഒരു വിദ്യാർത്ഥിക്കും ഇല്ലാതില്ലല്ലോ, എല്ലാവർക്കും ഉണ്ട് അല്ലേ? പ്രണയമോ അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള എല്ലാതരം വൈകാരിക ഭയമോ അല്ലെങ്കിൽ വിഷാദമോ ഇതൊക്കെ കുട്ടികൾക്കുണ്ടല്ലോ. ഇതിനെ നമുക്ക് അവരുടെ വൈയക്തികമായ അനുഭൂതിയെ ഈ തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കൃതികൾ തിരഞ്ഞെടുക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. അതിൽ ഞാൻ സാഹിത്യം മാത്രമല്ല, ഇപ്പോൾ സിനിമ, പുതിയ തലമുറ നന്നായി സിനിമ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന മട്ടിൽ നമ്മുടെ കലാവിദ്യാഭ്യാസത്തെ, സാഹിത്യ വിദ്യാഭ്യാസത്തെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ക്ലാസ് മുറികളെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സാഹിത്യ അധ്യാപകർ എന്നെ വളരെ സ്വാധീനിച്ച ആളുകളാണ്. ഇപ്പം ഞാൻ സയൻസ് പഠിച്ച ആള്, ഞാൻ സാഹിത്യത്തിലേക്ക് പോകുന്നതിന്റെ പിന്നിൽ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് വലിയ റോളുണ്ട്. അപ്പോൾ ആ പറ്റുന്ന മട്ടിൽ നമ്മളതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പൊ കുട്ടികൾ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് സയൻസ് ആണോ പഠിക്കുന്നത്, എഞ്ചിനീയറിംഗ് ആണോ പഠിക്കുന്നത്? അല്ലല്ലോ. അവരവരുടെ നേരം പോക്കാൻ വേണ്ടി അവരുടെ വൈകാരിക അനുഭൂതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിനെ നമുക്ക് പെഡഗോഗിക്കലായ വിദ്യാഭ്യാസ ശാസ്ത്രപരമായ യുക്തികത്തേക്ക് കൊണ്ടുവരികയും ആ നിലയിലുള്ള പാഠങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ഇതിപ്പം വേണ്ട എന്ന് കേവലം മാർക്കറ്റിന് വേണ്ടി കയറ്റി അയക്കപ്പെടേണ്ട ആളുകളാണ് എന്ന നിലയിൽ ആദ്യ കുട്ടിയെ നിങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നിവൃത്തിയില്ല. ഞാനിവിടെ പറയാൻ ആദ്യം ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ അപ്പം പോകേണ്ടി വരും. നിങ്ങൾ ഇപ്പൊ കുട്ടിയെ നാടേ ബന്ധിപ്പിക്കാതെ, നമ്മുടെ പറമ്പോ തൊടിയോ മറ്റു മനുഷ്യരെയോ ഒന്നും കാണാതെ നേരെ ടൈയും കോട്ടും കെട്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അതേ വേഷത്തിലേക്ക് മലയാളം പോലും വീട്ടിൽ പറയിപ്പിക്കാതെ, കേൾപ്പിക്കാതെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെന്താ ചെയ്യേണ്ടത്? അയാൾക്ക് സമൂഹത്തിലേക്ക് കടക്കാനുള്ള ഭാഷ അയാളുടെ കയ്യിലില്ല. വായിക്കാനുള്ള മാതൃഭാഷയിൽ ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളൊന്നും വായിക്കാനുള്ള ഭാഷ അയാളുടെ കയ്യിലില്ല. അയാളുടെ സ്വദേശം വിദേശമാണെന്നുള്ള മട്ടിൽ വിദേശ ഭാഷ മാത്രമാണ്. ഞാൻ വിദേശ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമാണ്. പക്ഷെ മാതൃഭാഷയ്ക്ക് ശേഷം പഠിപ്പിക്കേണ്ട കാര്യം അത് എത്രയും പഠിപ്പിക്കുന്നു അത്രയും നല്ലത്. അപ്പൊ മാതൃഭാഷയും തൊട്ടടുത്തുള്ള അനുഭൂതി മണ്ഡലങ്ങളും ആളുകളെ ഒന്നും ബന്ധിപ്പിക്കാതെ കുട്ടിയെ വളർത്തിയിട്ട് അയാൾ പിന്നെന്താ ചെയ്യേണ്ടത്? അയാള് സ്വന്തം വിദേശത്തിന്റെ ഭാഷയാണ് സ്വന്തം ഭാഷ എന്ന് പഠിപ്പിച്ചാൽ അയാളുടെ മാതൃദേശം വിദേശമാണ്. അതുകൊണ്ട് ആ വിദേശം തേടി അയാൾ പോവാണ്. എൻ സ്വദേശം കൺമതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന മട്ടിൽ അയാളെ
ശരീരം എവിടെയാണെങ്കിലും മനസ്സ് വിദേശത്താണ് എന്ന മട്ടിൽ നിങ്ങൾ 5 വയസ്സ് മുതൽ പഠിപ്പിച്ചാൽ അയാൾക്ക് സാഹിത്യം വേണ്ട, കലയും വേണ്ട, ഒന്നും വേണ്ട, അയാൾ രക്ഷപ്പെടാൻ നോക്കും. ഇപ്പൊ നോക്കൂ, നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളില്ല, വീടുകളിൽ നിന്ന് തന്നെ യുവാക്കള് പിന്നെ വിദേശത്തേക്ക്, ഞാൻ വിദേശത്തിന് പോകുന്നതിനെ എതിരല്ല പറയുന്നത്, പോകാം, പഠിക്കണം ഒക്കെ കാര്യമാണ്. പക്ഷെ ഇതൊരു പൂർണ്ണമായും 10% ആ പ്രവണതയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരെ വളർത്തുന്നതിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ്യം സ്വന്തം സമൂഹത്തെ ശക്തിപ്പെടുത്തുക. നമ്മൾ രാഷ്ട്ര നിർമ്മാണം എന്നൊക്കെയാണല്ലോ പറയാം. പുറത്ത് പോകേണ്ട ആളുകൾക്ക് പോവാം, കുറെ പേര് പോകും തീർച്ചയായിട്ടും. പക്ഷെ അത് മാത്രമാണ് ലക്ഷ്യം എന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തിന്റെ ഭാഗമാണ് സാഹിത്യം പഠിക്കേണ്ടതില്ല, ആശാനെ പഠിക്കേണ്ടതില്ല, ചങ്ങമ്പുഴയെ പഠിക്കേണ്ടതില്ല, സാറാ ജോസഫിനെ പഠിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു വീക്ഷണം വരുന്നത്. അതുകൊണ്ട് കായിൻ പേരിൽ പൂമതിക്കുവോർ എന്ന് വൈലോപ്പള്ളി പറഞ്ഞ പോലെ നമ്മൾ എന്ത് കായ കിട്ടും, അല്ലെങ്കിൽ എന്ത് ഫലമാണുള്ളത്, എന്ത് പണമാണ് ഇതിനെ കൊണ്ട് കിട്ടുക എന്ന മട്ടിൽ കുട്ടിയെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചാൽ അയാൾക്ക് പെട്ടെന്ന് പിന്നെ ഫലം കിട്ടാത്ത, പണം ആയിട്ട് കിട്ടാത്ത ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അതാണ് ഇപ്പൊ പറയുന്നത്. അവസാനം അവർ വീട്ടിൽ ആവശ്യമില്ലാത്ത 2 ആളുകളെ കാണും, അത് അച്ഛനും അമ്മയാണ്. അവരെ പിടിച്ചിട്ട് വൃദ്ധസദനത്തിലേക്കും പറഞ്ഞേക്കും. ഞാൻ അതിനും എതിരല്ല, പക്ഷെ അത് എത്തിച്ചേരുന്ന സ്വാഭാവിക ഒരു പ്രക്രിയ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടുകയല്ല. വിദ്യാഭ്യാസം എപ്പോഴും നാടോടുമ്പോൾ നടുവേ ഓടിയിരുന്നെങ്കിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കും, ഇന്ത്യ ഭരിക്കുമല്ലോ. നാടോടുന്നതിനെതിരെ നിന്നുകൊണ്ടാണ് നമുക്ക് ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രം രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. ഓക്കെ. സർ, എൻ്റെ പേര് ആര്യ എന്നാണ്. ഞാൻ മലയാളത്തിൽ തന്നെ ഇവിടെ KCT കുന്നത്തിലാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇപ്പോൾ പ്രണയത്തിനെ കുറിച്ചും ലൈംഗിക ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള സൗന്ദര്യാത്മകതയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈഡിപ്പസ് കോംപ്ലക്സിന്റെ അകത്ത് ഈ സൗന്ദര്യാത്മകത എപ്രകാരമാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം, അതിനെ കുറിച്ചിട്ടൊന്ന് വിശദമായിട്ട്. ഇത് വളരെ വളരെ സ്പെസിഫിക് ആയ ചോദ്യം. ഇത് വളരെ എല്ലാ വിഷയങ്ങളുടെയും BEd ഇരിക്കുന്ന എടുത്ത് എന്തായാലും ഞാൻ ഇടപെടാം ഇതിനകത്ത്. ഞാനത് ബാക്കിയുള്ള ആൾക്ക് എത്രത്തോളം താല്പര്യം ഉണ്ടാവും അറിയില്ല. ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് എങ്ങനെ സൗന്ദര്യാനുഭൂതിയായിട്ട് മാറുന്നു എന്നുള്ളതിനെ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യന് പ്രാഥമികമായിട്ട് മൃഗമാണ്. ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ്. ഞാൻ ദൈവസൃഷ്ടിയായിട്ട് കരുതുന്നില്ല മനുഷ്യനെ. വളരെ ഭൗതികമായ സാഹചര്യങ്ങൾ കൂടെ വളരുന്ന ഒരാളാണ് മനുഷ്യൻ. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ പിന്നെ ജനിച്ചു വീഴുമ്പം ഏത് കുട്ടിയും അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അമ്മയുടെ ഇപ്പൊ മുലപ്പാൽ കുട്ടി എന്തിനാ കുടിക്കുന്നത്? അതിന്റെ പോഷകാഹാരത്തെ കുറിച്ചുള്ള സയൻസിന്റെ ചിന്തകൾ പഠിച്ചിട്ടല്ലല്ലോ. അത് കുട്ടി കുടിക്കുന്നത് അതിന്റെ ചുണ്ട് എന്ന് പറയുന്ന അവയവം ഒരാനന്ദ അനുഭൂതി അതിന് നൽകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിന്റെ പോഷകാഹാരമൊക്കെ അതിന്റെ നാച്ചുറൽ സെലക്ഷനിലൂടെ, വീണ്ടും സയൻസിലേക്ക് പോയാല് ഒരു കുട്ടി മുല കുടിക്കാനുള്ള പ്രവണത ഇല്ലാത്ത കുട്ടികളൊക്കെ പരിണാമത്തിന്റെ ഘട്ടത്തിൽ നിർദ്ധാരണം ചെയ്യപ്പെട്ട് പുറത്തുപോയി, നേരത്തെ മരിച്ചുപോയി. അപ്പൊ മുല കുടിക്കാനുള്ള പ്രവണതയുള്ള കുട്ടികൾ മാത്രമാണ് അടുത്ത ജനറേഷനെ സൃഷ്ടിക്കാൻ കഴിയുന്ന മട്ടിൽ 15-16 വയസ്സ് വരെ നിലനിന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ആ അനുഭൂതി മനുഷ്യന്റെ അനിവാര്യമായ അനുഭൂതി, ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വളരുമ്പോൾ കുട്ടിക്കൊന്നും അറിയുന്നില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് അമ്മ ഭക്ഷണമാണ്, അമ്മ ആനന്ദമാണ്, അമ്മയാണെല്ലാം, ആശ്വാസമാണെല്ലാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അമ്മ നിന്ന് കുറച്ച് കഴിയുമ്പം കുട്ടിയെ വേർപെടുത്താൻ നോക്കുന്നു, അല്ലെ? ഇന്നും ആ ചെറു നിന്ദനം എന്നിൽ ചെന്നി നായകം ചേർത്തിറക്കുമ്പോൾ, വൈലോപ്പള്ളി പണ്ടത്തെ ഭാഷയാൻ പറയുന്നത്. അമ്മയിൽ നിന്ന് വേർപിരിക്കാൻ വേണ്ടി പിന്നെ ചെന്നി നായകമൊക്കെ പുരട്ടിയിട്ട് കയ്പുണ്ടാക്കിയിട്ട് കുട്ടിയെ വേർപെടുത്തുന്ന പഴയ രീതിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് മതിയായിട്ടില്ല, അമ്മയിൽ നിന്നുള്ള ഈ ബന്ധം മതിയായിട്ടില്ല. പിന്നെ എന്താ കുട്ടി ചെയ്യുക? നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും. കുട്ടി ചെയ്യുക, പിന്നെ വിരൽ കുടിക്കാൻ തുടങ്ങും. അപ്പൊ വിരൽ എന്താ ചെയ്യുന്നത്? വിരൽ അമ്മയ്ക്ക് പകരമാണ് കുടിക്കുന്നത് വിരലിനെ. അതിനെയാണ് സൈക്കോ അനാലിസിസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അമ്മക്ക് പകരം, അമ്മയുടെ മുലക്ക് പകരം അത് വിരൽ കുടിക്കുന്നു. ഈ വിരൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എത്ര പ്രായം വരെ വിരൽ കുടിക്കാം? ഒരു 5 വയസ്സ് വരെ വിരൽ കുടിച്ചാൽ ആളുകൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഒരു 10 വയസ്സ് 15 വയസ്സ് നിങ്ങൾ കോളേജിൽ വിരൽ കുടിച്ചുകൊണ്ട് ഒരാൾ നടന്നു പോയാൽ ആളുകൾ പരിഹസിക്കുമല്ലോ. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ചെയ്യുന്നത് നിങ്ങളൊരു സിഗരറ്റ് എടുത്ത് കൊളുത്തുന്നു, സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നു. ആ വലിക്കുന്നതിന്റെ പിന്നിൽ പഴയ അമ്മയുമായിട്ടുള്ള ബന്ധമുണ്ടെന്നാണ് ഫ്രോയിഡ് പറയാം. അപ്പോൾ സാഹിത്യത്തിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സാഹിത്യത്തിൽ മാമ്പഴം എന്ന് പറയുന്ന ഒരു കവിതയിലൂടെ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ, അതാണ് MN വിജയന്റെ വളരെ പ്രസിദ്ധമായ മാമ്പഴ നിരൂപണം. അതാണ്, അതായത് മാമ്പഴം, അമ്മയുടെ പഴം എന്ന് വെച്ചാൽ അമ്മയുടെ
പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം എന്നർത്ഥം, മുല എന്നർത്ഥം. മാമ്പഴം എന്നാലോചിക്കുക, പഴം എന്നുള്ള ആ മാമ്പഴം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലൂടെ അബോധമായിട്ട് അമ്മയെ തന്നെയാണുള്ളത്. അതുകൊണ്ട് അപ്പം മാങ്ങ പൂങ്കുല തല്ലി തന്നെ തടഞ്ഞ അമ്മ, അതായത് തൻ്റെ മുലപ്പാൽ കുടിക്കാൻ വേണ്ടി ഞാൻ തുടർന്ന സമയത്ത് എന്നെ തട്ടി നീക്കിയ അമ്മ, ആ അമ്മയോടുള്ള പ്രതികാരമായിട്ടാണ് കുട്ടി പിന്നീട് മരിക്കുന്നത്. ആ കുട്ടി മരിക്കുന്നതല്ല, വൈലോപ്പള്ളിയാകുന്ന ശിശു ഈ ചെറിയ പ്രായത്തിൽ താൻ അനുഭവിച്ച ഈ അനുഭൂതിയെ, ഈ വിഷാദത്തെ, ഈ വെട്ടിമാറ്റലിനെ അബോധത്തിൽ സൂക്ഷിക്കുകയും അത് പിന്നീട് ഒരു കവിതയായിട്ട് മാറുകയും ചെയ്യുന്നു. മാഞ്ചുന മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവനല്ലോ ഞാൻ എന്ന് പറയുമ്പം വളരെ വ്യക്തമാണല്ലോ അത്. മേടത്തിന്റെ മടി, മാഞ്ചുന മണക്കുന്ന മേടം തുടങ്ങിയ അപ്പോൾ ആ പ്രയോഗങ്ങളൊക്കെ നോക്കി അറിയാം. അപ്പോ ഇങ്ങനെ നമ്മുടെ ആന്തരികമായ വാസനകളെ, ആ വാസനകൾ പൂർണ്ണമായും തടഞ്ഞാൽ നിങ്ങൾ വിഷാദ രോഗിയായി മാറും. അപ്പൊ പിന്നെന്താ ചെയ്യുക? ആ വാസനകളെ സാഹിത്യ അനുഭൂതിയായി കൊണ്ടു നടക്കണം. അങ്ങനെ സാഹിത്യ അനുഭൂതിയായി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഇടിപ്പൽ ദുഃഖങ്ങളിൽ നിന്ന് സ്വതന്ത്രമാവുന്നു. മാമ്പഴം എന്നുള്ള കവിത വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള അബോധമായ ഇടിപ്പൽ സംഘർഷങ്ങളെ അയയുകയും നമ്മൾ സ്വസ്ഥരാകുകയും ചെയ്യും. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം അതിനകത്ത്. ഇടിപ്പൽ സംഘർഷത്തിന്റെ ഒരു ഉപാധി ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും, പണ്ടത്തെ കാലമാണ് പറയുന്നത്, എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കഥ എന്താ? ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം, അല്ലെ? കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ്, ഒരു 3-4 വയസ്സുള്ള കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ കാട്ടിൽ ഒരു ക്രൂരനായ സിംഹം ഉണ്ടെന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലെ ക്രൂരനായ അച്ഛന്റെ ചിത്രമാണ് വരുന്നത്. കുട്ടിക്ക് അതൊന്നും അറിയുന്നില്ല, കാരണം ഇമേജ് അങ്ങനെയാണ്. ആക്രോശിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന, എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്ന ഒരാൾ വീട്ടിൽ അച്ഛനാണ്. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ അത് അച്ഛൻ എന്ന് പറയുന്ന ഭാവമായിട്ടാണ് വരുന്നത്. അടുത്തായിട്ട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത് ആ കാട്ടിൽ സാധുവായ ഒരു മുയലുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ കുട്ടി ആ മുയൽ താൻ തന്നെയാണെന്ന് മനസ്സിലാക്കും. കുട്ടി അറിഞ്ഞിട്ടല്ല അത്. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ അപ്പോൾ ധ്രുവൻ രൂപപ്പെട്ടു. അച്ഛൻ എന്ന് പറയുന്ന സിംഹം, ഭീകരജീവി, സാധുവായ മുയൽ, എര. പിന്നെ എന്താ കഥ എങ്ങനെയാ പോകുന്നത്? എല്ലാ ജീവികളെയും സിംഹം കൊല്ലുന്നു, തിന്നുന്നു, അതാണല്ലോ അച്ഛൻ. അടുത്ത ഘട്ടത്തില് ഈ സിംഹത്തെ, മുയലാണെന്ന് ചെല്ലേണ്ട ദിവസം, അപ്പൊ മുയല് വൈകി ചെല്ലുന്നു. സിംഹം എന്തിനാണ് ചോദിക്കുന്നു. അവസാനം ഇങ്ങനെ കിണറ്റിലൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കിണറ്റിൽ നോക്കാൻ വേണ്ടി പറയുമ്പോൾ സിംഹം നോക്കുന്നു. ആക്രോശിക്കുമ്പം അവിടുന്ന് പ്രതിധ്വനി ഉണ്ടാവുന്നു. മറ്റൊരു സിംഹം എന്ന് വിചാരിക്കുന്നു. സിംഹം കിണറ്റിൽ ചാടുന്നു, മരിക്കുന്നു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കുട്ടിയുടെ മനസ്സയയുന്നു. അത് പിതൃഭീതിയിൽ നിന്ന് കുട്ടി സ്വതന്ത്രമാകുന്നു. ഇങ്ങനെ നമ്മുടെ മനോമണ്ഡലത്തിലെ ഇടിപ്പൽ സംഘർഷങ്ങൾ സാഹിത്യത്തിലൂടെ വരുമ്പോൾ നമ്മളുടെ ഞരമ്പുകളുടെ എന്താ പറയാ, ടെൻഷൻ ഫ്രീ ആവുകയും നമ്മൾ സ്വസ്ഥരാകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സാഹിത്യം നമ്മുടെ മനസ്സിനെ സ്വസ്ഥാക്കുന്നത്. പ്രണയം അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രണയ സാഹിത്യം കൊണ്ടാണ് നമ്മുടെ പ്രണയ ദുഃഖങ്ങളെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള നമ്മുടെ വിഷാദങ്ങളെ നമ്മൾ മറികടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രേമ സാഹിത്യം ലോകം മുഴുവൻ ഇത്രയും വ്യാപിക്കാൻ കാരണം. ഓക്കെ. സർ എന്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ KUCT തന്നെ വിദ്യാർത്ഥിനിയാണേ. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന വിഷയത്തെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ സാറ് അവതരിപ്പിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചങ്ങമ്പുഴയുടെ കവിതകളിലെ സൗന്ദര്യാത്മകതയെ പറ്റി സാറിന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ, അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. ചങ്ങമ്പുഴയുടെ കവിതകൾ സൗന്ദര്യാത്മകതയെ പറ്റി. എന്റെ വിഷയം സാഹിത്യ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എല്ലാവരും വിവിധ വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ, അവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ് സാഹിത്യം എന്നും. അത് കെമിസ്ട്രിക്കാരനും ഫിസിക്സ് പഠിക്കുന്നവനും മെഡിസിൻ പഠിക്കുന്നവനും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കും എല്ലാം പൊതുവാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നിട്ടില്ല. സാഹിത്യവിദ്യ, അതുകൊണ്ട് തന്നെ ആദ്യം ചോദിച്ചത് സാഹിത്യ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ സാഹിത്യം പഠിക്കുന്ന ആളുകൾ, അങ്ങനെ ഞാൻ പക്ഷെ കവിതയുടെ ചരിത്രത്തിലൂടെ തന്നെ പറയായിരുന്നു. ചങ്ങമ്പുഴയുടെ സാറേ, എന്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യനോട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. എത്രയോ കാലത്തിന് മുമ്പേ പ്രണയപകയെ പറ്റി ചങ്ങമ്പുഴ കവിതകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കൂടി എന്ന് വ്യക്തമാക്കുമോ സാർ? അതെ, ചോദ്യം പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാരണം പറഞ്ഞു. ചങ്ങമ്പുഴയുടെ പ്രണയത്തിലെ പ്രശ്നം എന്താ? ചങ്ങമ്പുഴ കാൽപ്പനിക കവിയായിട്ടാണല്ലോ നമ്മൾ അറിയുന്നത്. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ഭാഷ പറയാം.
ചങ്ങമ്പുഴ കാൽപ്പനിക കവിയല്ല, റിയലിസ്റ്റിക് കവിയാണെന്ന് പറഞ്ഞ ആളാണ് കേസരി ബാലകൃഷ്ണപിള്ള. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ റൊമാൻറ്റിക് കവിയായിട്ട് പറയുന്ന ചങ്ങമ്പുഴ യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് കവിയാണ്. സാമൂഹ്യ യാഥാർത്ഥ്യം അദ്ദേഹം ചിത്രീകരിച്ചത്. താൻ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാൻ സമൂഹം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന കവിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇത് പരാജയ പ്രസ്ഥാനം അദ്ദേഹം വിളിച്ചു. എന്താ പരാജയപ്പെടാൻ കാരണം? ചന്ദ്രിക വലിയ ബംഗ്ലാവിലാണ്, മറ്റേയാള് ഒരു ഇടയനാണ്. ഈ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ പരുക്ക് പറ്റുന്നു. സാമ്പത്തിക സമത്വമില്ലാത്ത, അല്ലെങ്കിൽ നിസ്തുല നിന്നെ നീയായിട്ട് കാണുവാൻ അദ്ദേഹം ആ കവിതയിൽ പറയും. അതായത് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇന്നും ഒരു പരിധിയോളം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതിരിക്കുകയും ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് പ്രണയവുമായിട്ട് ഇടയൻ വരുന്നത്, അല്ലെ, രമണൻ വരുന്നത്. അതുകൊണ്ട് ആ രമണനോട് പറയാണ് ചങ്ങമ്പുഴ, അല്ലയോ രമണ, നിന്നെ നീയായിട്ട് കാണുവാൻ ഈ പ്രപഞ്ചത്തിന് സാധ്യമല്ല. നിന്റെ ഭാവനാലോകത്തിൽ നീ ഇന്ന് ഒരു ദേവനായിരിക്കാം, എന്നാൽ അതൊന്നും അറിയുകയില്ലാരും എന്നത് കൊണ്ടു നീ പിന്മടങ്ങൂ എന്ന് ചങ്ങമ്പുഴ രമണനോട് പറയുന്നുണ്ട്. അപ്പോ കേവല ഉയർന്നതിൽ അന്യരാരും, നിസ്തുല നിന്നെ നീയായിട്ട് കാണുവാൻ അത്രയ്ക്കുയർന്നിട്ടിൽ അന്യരാരും എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അതായത് കേവല മനുഷ്യനായിട്ട്, ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും സാമ്പത്തിക വ്യത്യാസത്തിൽ നിന്നൊക്കെ സ്വതന്ത്രനായിട്ട് കേവല മനുഷ്യനായിട്ട് നിന്നെ കാണാൻ ഈ ലോകം ഇന്ന് വളർന്നിട്ടില്ല. അതുകൊണ്ട് നിന്നേക്കാൾ സമ്പത്തുള്ള, കുലീനതയുള്ള ഇവളോടുള്ള സ്നേഹത്തിൽ നീ പിൻവലിക്കുക എന്ന് പറയേണ്ടി വരുന്നത് സാമൂഹ്യ യാഥാർത്ഥ്യം തന്നെയല്ലേ, കാൽപ്പനികതയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ പ്രണയകാവ്യങ്ങൾ മുഴുവൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അദ്ദേഹം കേൾപ്പൂ ഞാൻ അന്തർനാദമൊന്നെന്നിൽ ഈ നാടകം തീർച്ചയാണ് അവസാനം രക്തത്തിൽ താനെന്നായി എന്നൊരു വരിയുണ്ട് അതിൻ്റെ അകത്ത്. അതായത് രമണൻ പറയാണ്, എനിക്കറിയാം ഇത്രയും സമ്പത്ത് ശേഷിയുള്ള ഇവളെ ഞാൻ സ്നേഹിക്കുന്നു, ആ സ്നേഹം അവസാനം രക്തത്തിലാണ്, എൻ്റെ ജീവനിന്റെ നഷ്ടത്തിലാണ് കലാശിക്കുക എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശബ്ദം എന്നോട് പറയുന്നു എന്നാണ് രമണൻ പറയുന്നത്. ഇത് തന്നെയല്ലേ ഉത്തരേന്ത്യയിൽ നമ്മൾ നടക്കുന്നത്? ഉത്തരേന്ത്യയിലല്ല, അത്യാവശ്യം കേരളത്തിലും കാണുന്നുണ്ടല്ലോ അഭിമാനക്കൊല. അപ്പൊ ഈ അഭിമാനക്കൊല നിലനിൽക്കുന്നിടത്തോളം കാലം രമണൻ അല്ലെങ്കിൽ ചങ്ങമ്പുഴ പ്രസക്തമാണ്. അത് ആ നിലയിൽ മനസ്സിലാക്കാൻ, അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ കവിത പഠിക്കേണ്ടത് മലയാളം പഠിക്കുന്ന ആളുകളുടെ തൊഴിലിന്റെ പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും പഠിക്കേണ്ട ആവശ്യമാണ്. എങ്കിലേ അഭിമാനക്കൊലകൾ ഇല്ലാതിരിക്കൂ. അങ്ങനെയാണെങ്കിലേ യുവാക്കളുടെയും യുവതികളുടെയും ജീവൻ നിലനിൽക്കുകയുള്ളൂ. ഒരു ജീവൻ മരണ പ്രശ്നം അത്. അപ്പൊ അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ചങ്ങമ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ആധുനിക കുടുംബഘടനയും ആധുനിക സാമൂഹ്യ ഘടനയുടെയും നേരെയുള്ള വിമർശനമാണത്. ആ നിലയിൽ ചങ്ങമ്പുഴയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നീട് ഞാൻ ഈ അടുത്ത കാലത്ത് മയ്യഴിയെ കുറിച്ച് അത് എഴുതി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോക്കൂ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളില് എന്നുള്ള മുകുന്ദന്റെ നോവലിൽ ചന്ദ്രിക എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. നേരത്തെ ചന്ദ്രിക, അതായത് ചങ്ങമ്പുഴയുടെ ചന്ദ്രിക രമണന്റെ പ്രേമത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് കുടുംബത്തിന്റെ സമ്മർദ്ദം കൊണ്ട്. പക്ഷെ അവിടെ ഒരു തൊഴിലുമില്ലാതെ ആദർശവാദിയായിട്ട് നടക്കുന്ന ദാസിനോടുള്ള പ്രണയത്തിൽ നിന്ന് ചന്ദ്രികയോട് പിൻവാങ്ങാൻ പറയുകയും ചന്ദ്രികയെ മറ്റൊരു വിവാഹത്തിന് ആ ബംഗ്ലാവിലെ ഭരതൻ എന്ന് പറയുന്ന പിതാവ് നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അവള് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. വിശദാംശങ്ങൾ പറഞ്ഞില്ലെങ്കിലും അതിന്റെ ലക്ഷ്യം അതാണ്. ഒടുവിൽ ദാസനും പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ 70കളിലും പ്രമേയം ഇത് തന്നെയാണ്. ഏറിയും കുറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ മനുഷ്യബന്ധങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നിടത്തോളം ചങ്ങമ്പുഴ പ്രസക്തനായിരിക്കും. ചങ്ങമ്പുഴ മാത്രമല്ല, ആ നിലയിൽ പറയപ്പെടുന്ന എല്ലാ കവിതകളും പ്രസക്തമായിരിക്കും. ഈ പ്രണയ കവിതകൾ നമ്മൾ കൂടുതൽ വായിക്കേണ്ടി വരുന്നത് പ്രണയം ഇപ്പോഴും നമ്മുടെ സമൂഹം അംഗീകരിക്കാത്തതുകൊണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രണയ കവിതകൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്പിൽ നമ്മളെ ഇത്രയും പ്രണയ കവിതകളും നമ്മുടെ സോക്കോൾഡ് പൈങ്കിളി നോവലുകളൊന്നും അവിടെ അത്ര ചെലവഴിക്കാത്തതിന്റെ കാരണം അവർക്കതൊരു ടെൻഷനല്ല. പ്രണയം അവരുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇവിടെ അതിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് സാമൂഹ്യ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് സാഹിത്യം സമൂഹത്തിന് പുറത്തു നിൽക്കുന്ന ഒരു കാര്യമല്ല, സമൂഹത്തെ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സാമൂഹ്യ
മേഖലയിൽ നമ്മൾ അംഗീകരിച്ച സത്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അനീതികൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ അതിനോട് വെല്ലുവിളിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കവികളായിരിക്കും. ഒറ്റപ്പെട്ട കവികളുടെ ഏകാന്തതയിലാണ് സാമൂഹ്യ സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ സാഹിത്യ രൂപം കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ആണ് കേസരി ബാലകൃഷ്ണപിള്ള കവികളെ വിഷന്തീനികൾ എന്ന് പറഞ്ഞത്. കാരണം അവർ നമുക്ക് വേണ്ടിയാണ് ഈ വിഷം തിന്നത്, നമുക്ക് വേണ്ടിയാണ് രമണൻ മരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് ചങ്ങമ്പുഴ ആ നിലയിൽ ജീവിച്ച് മരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സാഹിത്യ ചരിത്രം കൂടെ ചേരുമ്പോഴേ, മനുഷ്യചരിത്രം കലാചരിത്രവും കൂടി ചേരുമ്പോഴേ മനുഷ്യചരിത്രം നമ്മുടെ ഒക്കെ തന്നെ ചരിത്രമാണത്, അത് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ. ഹലോ സാർ, എൻ്റെ പേര് രാഹുൽ. സാർ പറയുകയുണ്ടായല്ലോ നമ്മുടെ മാനുഷിക മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സാഹിത്യം വഹിച്ചിട്ടുള്ള പങ്കുകളൊക്കെ. ഈ പ്രൊഫഷണൽ കോളേജുകളിൽ ഈ സാഹിത്യം ഒരു പഠന വിഷയമാക്കാൻ നമ്മുടെ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഫ്യൂച്ചറിൽ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ നമ്മുടെ സാഹിത്യമൊക്കെ ഒരു വിഷയമാവാൻ സാധ്യതയുണ്ടോ? പിന്നീട് ഈ മലയാള വേദി, ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇതൊരു പാഠ്യ വിഷയമാക്കണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സാറിന്റെ അഭിപ്രായം? അത് പണ്ടേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2009 തന്നെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ സർവകലാശാല ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ രീതിയിൽ ഇപ്പോൾ സാഹിത്യം പഠിപ്പിക്കാൻ അവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലും പടിഞ്ഞാറേക്കാണല്ലോ നോക്കുക. അമേരിക്കൻ സർവകലാശാലകൾ, യൂറോപ്യൻ സർവകലാശാലകൾ ഒക്കെ തന്നെ എത്രത്തോളം എനിക്കറിയില്ല, എല്ലായിടത്തും ഉണ്ടോന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാവുന്നൊരു കാര്യം, ന്യൂയോർക്ക് സർവകലാശാലകൾക്കുള്ള സർവകലാശാലകളിൽ അവിടുത്തെ മെഡിക്കൽ കോഴ്സിന് സാഹിത്യം പഠിക്കാനുണ്ട്. അപ്പോ നമ്മൾക്കിവിടെ നമ്മൾ വളരെ വേറെ തരത്തിൽ ആത്മീയ ദരിദ്രരായ ഒരു സമൂഹം, നമുക്ക് പണം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുന്ന മട്ടിലുള്ള ഒരു ആന്തരിക സമ്പത്ത് നമുക്കില്ല, വൈകാരിക സമ്പത്ത് നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും കൂടുതൽ പുരോഗമിക്കേണ്ടി വരും. എത്രയോ വട്ടം അത് എത്രയോ വേദികളിൽ ഈ പറയുന്ന സിലബസ് രൂപീകരണ സമിതിയുടെ മുമ്പിലൊക്കെ എത്രയോ വട്ടം ഞാൻ പ്രസംഗിച്ച ആളാണ്. അവിടുത്തെ അതിന്റെ പ്രസംഗങ്ങൾ തന്നെ പ്രബന്ധങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിന് തയ്യാറില്ല ആളുകൾ. അതിന്റെ പ്രാധാന്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ ആളുകൾക്ക്. വൈലോപ്പള്ളി പറഞ്ഞ പോലെ ഒരു പൂ കണ്ടാൽ അത് കായായി തീരുമ്പം അത് മാർക്കറ്റിൽ എത്ര വിലയാകും എന്ന മട്ടിൽ കായിന്റെ പേരിൽ പൂ മതിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പം എനിക്കറിയില്ല, നിങ്ങളുടെ ഈ സ്ഥാപനവും അറിയില്ല, എനിക്ക് നിങ്ങളുടെ ഈ വിളിച്ച ആളെ അറിയില്ല. എങ്കിലും ഞാൻ ഇരുന്ന് ഞാൻ 2 ദിവസം വേറെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഈ രാത്രി സംസാരിക്കാൻ തയ്യാറായത് തന്നെ ഈ ആശയം നാട്ടുകാരിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കൂടുതൽ എത്തുക. നിങ്ങളൊക്കെ ഏതെങ്കിലും സമിതികളിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ പ്രൊഫഷണൽ കോളേജുകളിലും മലയാളം ഉൾപ്പെടെയുള്ള സാഹിത്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ളതിനെ എടുത്തു കളയാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോഴുള്ളത് തന്നെ എടുത്തു കളയാൻ ശ്രമിക്കുന്നു. അപ്പൊ ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വേദികൾ ഞാനും സംസാരിക്കുന്നത്. ഓക്കെ. ഇട്ടത് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ആരോ ഒരു കമന്റ് അതാരെങ്കിലും വായിച്ചു തന്നാൽ, അല്ലെങ്കിൽ അയാൾ തന്നെ വായിച്ചു തന്നാൽ കൊള്ളാം. ഓക്കെ സാർ. മനുഷ്യരാശി കൃത്രിമ ബുദ്ധിയുടെ യുഗത്തിലേക്ക് ചുവടുവെക്കുന്ന പാതയിലാണ്. പരമ്പരാഗത പഠന മാതൃക കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മാധ്യമങ്ങൾ ഇന്ന് നമുക്ക് വളരെ പരിചിതമാണ്. പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, ക്ലാസ് മുറികൾ എന്നിവയുടെ ഭാവി എന്താകുമെന്ന് ആശങ്കയിലാണ്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം പഠനാന്തരീക്ഷവുമായി പൊരുത്തപ്പെടുകയും വേണം. സാങ്കേതിക നവീകരണം, പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷൻ, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇത് ഈ പ്രഭാഷണത്തിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, വളരെ വലിയൊരു വിഷയമാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി എഴുതിയിട്ടില്ല കൂടുതലെന്ന് മാത്രം. എൻ്റെ ധാരണ, ഞാൻ വിഷയത്തിൽ നിന്ന് പുറത്തു കിടക്കുകയാണ്, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നിന്ന് പുറത്തു കിടക്കുക ഈ ചോദ്യത്തെ സംബോധന ചെയ്യാൻ വേണ്ടി. അതായത് AI വരുന്നതോടുകൂടി, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് AI വരുന്നതോടുകൂടി നമ്മളെ നിലവിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയെ സമ്പൂർണ്ണമായി അഴിച്ചുപണി നടക്കുന്ന കരുതുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ മാസം റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഇത് ഏൽക്കേണ്ടി വരിക, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കേണ്ടി വരിക. കാരണം ഒരു AI ഇപ്പം നിങ്ങൾ പാലക്കാടുള്ള കുട്ടികൾ തന്നെ AI അധ്യാപികയെ ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പൊ തന്നെ അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും B.Ed കഴിഞ്ഞ ആളുകളെ ഇനി ക്ലാസ്സിൽ ആവശ്യം ഉണ്ടാവില്ല. ഒരു പ്രോഗ്രാമിംഗ് കൊണ്ട് എല്ലാ ക്ലാസ്സിലും പാഠം പഠിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ വരും.
എസ്തെറ്റിക് എന്ന് പറയുന്ന ഘടകത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ ഒറ്റ അധ്യാപകം മതിയല്ലോ, ഒറ്റ അധ്യാപിക മതി. ഒരൊറ്റ AI പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കുറെ മെഷീനുകൾ, യന്ത്രമനുഷ്യന്മാരെ ക്ലാസ്സിൽ നിർത്തിയിട്ട് മെഡിസിനും എഞ്ചിനീയറിങ്ങും സയൻസുകളും ഒക്കെ പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ലാഭം മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക. ഇപ്പൊ തന്നെ ചില കോഴ്സുകൾ ഓൺലൈൻ ആക്കിയാൽ മതി എന്ന് BA ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 4 ഇയർ BA ഡിഗ്രി പുനഃസംഘടനയിൽ ഓൺലൈനിലേക്ക് പോകുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ പരീക്ഷാ സമ്പ്രദായം മാറും, നിങ്ങളുടെ സെമിനാർ മാറും, ഡെസിറ്റേഷന്റെ രീതികൾ മാറും, പലതിലും മാറ്റം വരും. അത് മറ്റൊരു വിഷയമാണ്, അത് വലിയ വിഷയമാണ്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ സൗന്ദര്യാത്മക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി പറയാം. പക്ഷെ എൻ്റെ ധാരണയിൽ ഒരു സാഹിത്യ സൗന്ദര്യാത്മക ക്ലാസ് നടത്താൻ AIക്ക് സാധ്യമല്ല. ഇതാണ് കാര്യം. എഞ്ചിനീയറിംഗ് കോഴ്സ് നടത്താൻ കഴിയും, AIക്ക് ഒരു എഞ്ചിനീയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറ്റും. പക്ഷേ ഞാനിപ്പോ ഈ പറഞ്ഞ നിസ്തുല നിന്നെ നീയായിട്ട് കാണുവാൻ എന്ന് പറയുന്ന വരികളോ, അല്ലെങ്കിൽ ആശാന്റെ അമ്മതൻ നെഞ്ചു ഞരമ്പിൽ കൂടി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവമൃതാക്കും മൈത്രി, ഏതൊരു മഹാതത്വമാണോ അമ്മയുടെ നെഞ്ചിലെ മുലപ്പാലിനെ, രക്തത്തെ മുലപ്പാലാക്കി മാറ്റുന്നത്, അതാണ് ബൗദ്ധ മൈത്രി എന്നൊക്കെ പറയുന്ന കാര്യത്തെ ഒരു അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് ആനുഭൂതികമായി സംക്രമണം ചെയ്യാൻ AI മതിയാകുകയില്ല. അതുകൊണ്ട് ആത്യന്തിക അവസാനത്തെ യുദ്ധം സാഹിത്യാധ്യാപകനും സാഹിത്യാധ്യാപികയും AI തമ്മിലായിരിക്കും ഞാൻ കരുതുന്നത്. അതിലാര് ജയിക്കും എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ക്ലാസ് മുറികളിലുള്ള മാനവികതയുടെ നിലനിൽപ്പ്. പക്ഷെ ഞാൻ എപ്പോഴും എപ്പോഴും ശുഭാപ്തി വിശ്വാസമാണ്. നമുക്ക് യന്ത്രങ്ങൾ വന്നു, മറ്റതിനൊക്കെ വന്നിട്ട് നമ്മൾ മനുഷ്യനൊന്നും അല്ലാണ്ടായിട്ടില്ല. മൊബൈൽ വന്ന് നിങ്ങൾ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹരാരിയുടെ ഹോമോ ഡിയൂസ് എന്ന് പറയുന്ന പുസ്തകം എടുത്തു നോക്കിയാൽ മതി. അദ്ദേഹം പറയും മനുഷ്യര് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ചിപ്പുകളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു, മനുഷ്യന് പല തലങ്ങളിലും കണക്ട് ചെയ്യാവുന്ന മട്ടില്ല മനുഷ്യരുടെ ഇപ്പോഴത്തെ നിൽപ്പുള്ളത്. അത്തരം പരീക്ഷണങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നു. നമ്മുടെ ഓരോ കൃത്രിമ അവയവങ്ങളും നാളെ മാറ്റിവെക്കാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യന് നാളെ മരണമില്ലാത്ത അവസ്ഥ വരും എന്നൊക്കെയാണ് ഹരാരിയൊക്കെ പറയാം. പക്ഷെ എന്ത് പറഞ്ഞാലും ശരി, ആത്യന്തികമായി അദ്ദേഹം തന്നെ രണ്ടാമത്തെ പുസ്തകത്തിൽ അതിലേക്കാണ് പോയത് പിന്നീട്. അതായത് മനുഷ്യൻ തന്നെക്കുറിച്ചുള്ള ആത്മബോധം, തന്റെ ആന്തരിക അനുഭൂതികൾ, ഈ അനുഭൂതികളൊന്നും മനുഷ്യന് ഇല്ലാതാക്കാൻ സാധ്യമല്ല. ഇല്ലാതാക്കണമെങ്കിൽ അയാളുടെ ജനറ്റിക്കൽ എഞ്ചിനീയർ കൊണ്ട് ഈ ഘടകങ്ങൾ മുഴുവൻ തലേന്ന് എടുത്തുകളാണ്, എസ്തെറ്റിക് എന്ന് പറയുന്ന ഘടകത്തെ. അപ്പൊ അതിലുള്ളിടത്തോളം കാലം മനുഷ്യന് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകും, മനുഷ്യൻ അന്യരിലായിരിക്കും സ്വസ്ഥരാകുക. മറ്റൊരാളുടെ മുഖം അല്ലെ, നാരിതൻ കവിൾ നിറം കലർന്നുഹ സൂര്യരശ്മി തടവും പളുങ്കുപോൽ എന്ന് കുമാരനാശാൻ പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അതായത് കാമുകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സൂര്യരശ്മിയേറ്റ പ്രിസം പോലെ അവളുടെ മുഖത്ത് 7 വർണ്ണങ്ങളും വിടർന്നു എന്നാണ് കുമാരനാശാൻ പറയുന്നത്. ഇതൊരു AIക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇതുള്ളിടത്തോളം കാലം, ഈ അനുഭൂതി ഉള്ളിടത്തോളം കാലം സാഹിത്യ വിദ്യാഭ്യാസം ആവശ്യമാവും. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അഭിജിത്ത് തേക്കുട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ ഹരിപ്രിയ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഈ KFL സാഹിത്യോത്സവം 51 കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലിറ്ററേച്ചറിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ P പവിത്രൻ വളരെ ഭംഗിയായിട്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ BEdലുള്ള ഒരുമാതിരി എല്ലാ ഓപ്ഷണൽ സബ്ജക്റ്റുകളെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ സ്വീകരിച്ച ഒരു ടോപ്പിക് വളരെ ഭംഗിയായിട്ട് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. നമ്മുടെ ചോദ്യങ്ങൾ, ഓരോ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഭാഷണം എത്ര അധികം ഇമ്പോർട്ടന്റ് ആണെന്നും അത് എത്ര അധികം റെലവെന്റ് ആണെന്നും അത് എത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഓരോരുത്തരും സ്വീകരിച്ചതെന്നും നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ച ഓരോ ചോദ്യത്തിലും വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു ടോപ്പിക്, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നുള്ളൊരു ടോപ്പിക് വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളോട് ഡെലിവറി ചെയ്യാൻ പറ്റി. കുന്നം കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം മാവേലിക്കരയുടെ ഭാഗത്തു നിന്നും
ഡിഫൈ കോളേജ് യൂണിയൻ ചെയർപേഴ്സണായ ഞാൻ ഈ കോളേജിന്റെയും എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാഗത്തു നിന്നും സർ താങ്കളോടുള്ള നന്ദി ഇതോടുകൂടി അറിയിച്ചുകൊള്ളുന്നു. നന്ദിയുണ്ട്. ഒപ്പം കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനും മറ്റ് അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള നന്ദി ഞാൻ ഇതോടുകൂടി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം കേരളമുടനീളമുള്ള എല്ലാ BEd സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഒരുമാതിരി വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം, വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരുമുണ്ട്, നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഇതോടുകൂടി അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി ശ്രീ പവിത്രൻ സർ, താങ്കളോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവം കേട്ടതിനും ചോദ്യങ്ങൾ ചോദിച്ചതിനും ഒക്കെ നന്ദി. നമുക്ക് തുടരാം. നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ, ഞാൻ ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഈ പറയുന്ന ഈ സാഹിത്യവും കലയും ഒക്കെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. നന്ദി.